हरे कृष्णा सर्वम कृष्ण अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേശൻ की जय ഓം ശ്രീ മാത്രേ നമഃ ഹര ഹര മഹാദേവ് എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഗൗരവം എനിക്കോ പോകണ്ട മോനപ്പം മുതലാളി. മുതലാളിനോട് കുറച്ച് ഗൗരവമുണ്ട്. ഇവിടെ ചക്കനുള്ള നാട്ടിൽ നിന്നെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് തിന്നണമെന്നല്ല എനിക്ക് വാട്സപ്പ് ചാതുരിയും ചിത്തെ കാണാകണം പെൺ പൈതൽ മാറി യശോദ വളർത്തിയോരാൺ പൈതലെ തിന്മை കാണാകണം പൂതന തന്മുലയുണ്ടൊരു പൈതലിൻ ചാതുരിയും ചിത്തെ കാണാകണം പെൺ പൈതൽ മാറി യശോദ വളർത്തിയോരാൺ
പൈതലെ തിന്മൈ കാണാകണം. ശ്രീ പത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്നെ കാണാകണം. പച്ചക്കല്ലൊത്ത തിരുമേനിയും നിന്റെ പിച്ചകളികളും കാണാകണം. പേരും പെരുപ്പവും ചെല്ലവല്ലായ്കയും പത്മനാഭ നിന്നെ കാണാകണം. പൈപ്പരുത്തച്ചിമാർ വീടുകളിൽ പുക്കുവെണ്ണ കട്ടുണ്ണിയെ കാണാകണം. പേരും പെരുപ്പവും ചെല്ലവല്ലായ്കയും പത്മനാഭ നിന്നെ കാണാകണം. പൈപ്പരുത്തച്ചിമാർ വീടുകളിൽ പുക്കുവെണ്ണ കട്ടുണ്ണിയെ കാണാകണം. ശ്രീ പത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്നെ കാണാകണം. പച്ചക്കല്ലൊത്ത തിരുമേനിയും നിന്റെ പിച്ചകളികളും കാണാകണം. പൊന്നിൻ ചിലമ്പും പുലി നഖമോതിരം മിന്നുന്ന കൗസ്തുഭം കാണാകണം. പോരാടി മല്ലരെ ഞെരിച്ചു കൊന്നൊരാരോമൽ പൂമേനി കാണാകണം. പൊന്നിൻ ചിലമ്പും പുലി നഖമോതിരം മിന്നുന്ന കൗസ്തുഭം കാണാകണം. പോരാടി മല്ലരെ ഞെരിച്ചു കൊന്നൊരാരോമൽ പൂമേനി കാണാകണം. ശ്രീ പത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്നെ കാണാകണം. പച്ചക്കല്ലൊത്ത തിരുമേനിയും നിന്റെ പിച്ചകളികളും കാണാകണം. പൗരുഷം കൊണ്ടു 14 ലോകവും പാലിച്ച കോലത്തെ കാണാകണം. പാശം കൊണ്ടന്തകൻ കെട്ടിയിഴയ്ക്കുമ്പോൾ ആലസ്യം തീർത്തെന്നെ കാണാകണം. പൗരുഷം കൊണ്ടു 14 ലോകവും പാലിച്ച കോലത്തെ കാണാകണം. പാശം കൊണ്ടന്തകൻ കെട്ടിയിഴയ്ക്കുമ്പോൾ ആലസ്യം തീർത്തെന്നെ കാണാകണം. ശ്രീ പത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്നെ കാണാകണം. പച്ചക്കല്ലൊത്ത തിരുമേനിയും നിന്റെ പിച്ചകളികളും കാണാകണം. ശ്രീ പത്മനാഭ മുകുന്ദ മുരാന്തക നാരായണ നിന്നെ കാണാകണം. ഹരേ കൃഷ്ണ. മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലേ വാട്സപ്പിലേക്ക് മഞ്ജരീസിൻ്റെ. നോക്കാം കേട്ടോ. ഇന്ന് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല, നോക്കാം. പിന്നെ രാജലക്ഷ്മി അമ്മ ഈ നാമം എപ്പോഴും ചൊല്ലാറുണ്ടെന്ന് പറഞ്ഞു, അതിൽ സന്തോഷം.
പ്രീത മാതാജി പറയുന്നു, ഈ നാമം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വിളിക്കാം സൂര്യമാതാജി, നാളെ വിളിക്കാം. ഞാൻ നാളെ വൈകുന്നേരം വിളിക്കാം കേട്ടോ. ഇന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു, അപ്പോഴേക്കും എനിക്ക് 1-2 കാര്യങ്ങളിൽ തിരക്കായിപ്പോയി, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. നാളെ വൈകിട്ട് എന്തായാലും വിളിക്കാം. അപ്പോൾ അതിലും ഒരുപാട് സന്തോഷം. പിന്നെ ഏകാദശിയാണ്, പോസ്റ്റർ എല്ലാവരും കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മഞ്ജരീസിന്റെ പോസ്റ്റർ എല്ലാവർക്കും ഇഷ്ടമായോ? ഞാൻ അത് ചോദിക്കട്ടെ. എങ്ങനെയുണ്ട് നമ്മുടെ മഞ്ജരീസിന്റെ ഏകാദശി പോസ്റ്റർ? ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ജരീസിന്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഇങ്ങനെ കമന്റ്സിൽ ഷെയർ ചെയ്യുമ്പം ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം അവരെല്ലാവരും നെഞ്ചിൽ ഏറ്റി വെച്ചിരിക്കുന്നു മഞ്ജരീസിനെ. ഇത്ര കാലവും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിടുമ്പം സീരിയസ്ലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സന്തോഷം. നമ്മുടേതാണ് മഞ്ജരീസ് അല്ലേ? നമ്മുടെ കുടുംബമാണ് മഞ്ജരീസ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഒരുപാട് വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്ന ഒരു കൂട്ടുകുടുംബമാണ് മഞ്ജരീസ് എന്ന് പറയുന്നത്. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേരെ കണ്ടിട്ടില്ല. കാണാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗെറ്റ് ടുഗദർ ആണ്. നമ്മൾ എല്ലാ വർഷവും ഗുരുവായൂരിൽ വെച്ചിട്ടാണ് അത് നടത്താറ്. വൈകാതെ നമ്മുടെ ഗെറ്റ് ടുഗദർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതിനിടയിൽ ഒരു തിരുപ്പതി യാത്രയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗെറ്റ് ടുഗദർ അനൗൺസ് ചെയ്യും. സാധിക്കുന്ന എല്ലാവരും വരിക. മേ ബി എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തേക്കൊക്കെ ആയിരിക്കും ഗെറ്റ് ടുഗദർ. ഒരു ദിവസമാണ് ഗെറ്റ് ടുഗദർ, അപ്പോൾ ഒരു ദിവസത്തേക്കൊക്കെ വരും എല്ലാവരും. പക്ഷെ വന്നു കഴിഞ്ഞാലോ 2 ദിവസം കഴിയാതെ പോവില്ല. അതാണ് അതിൻ്റെ ഒരു രസകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത്. അവിടെ വലിപ്പ ചെറുപ്പങ്ങളില്ല, പ്രായഭേദമില്ല, എല്ലാവരും ഒരേപോലെയാണ്. അവരെ പരിചയമില്ല, ഇവരെ പരിചയമില്ല. നോർമലി നമ്മളൊരു ഫാമിലിയിൽ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പം കുറച്ച് നാണമൊക്കെ ഉണ്ടാവും. അവിടെ അങ്ങനെ ആരെയും അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടാവും. പക്ഷെ മഞ്ജരീസിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും എന്താ പറയുക, എല്ലാവരും ഞാൻ ലാസ്റ്റ് ഗെറ്റ് ടുഗദറിലൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നു, എല്ലാവരും ഭയങ്കര ഒരു പരിചയമുള്ള പോലെ, ഭയങ്കര രസമാണ്. കാരണം അവരങ്ങ് ഐഡന്റിഫൈ ചെയ്യുന്നു ഈ FB പേര് പറയുമ്പോഴേക്കും. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ മുന്നോട്ട് പോവുക ഒരേ മനസ്സോടെ. ഭഗവാൻ എന്നും കൂടെ ഉണ്ടാവും. ജീവിതത്തില് ഉയർച്ചയും താഴ്ചയൊക്കെ സ്വാഭാവികമാണ്. ആരോഗ്യവും അനാരോഗ്യവും എന്താ പറയാ സ്വാഭാവികമാണ്. അതൊന്നും സാരമില്ല, ഒക്കെ ശരിയായിക്കോളും. എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ മാറ്റിത്തരും. കാരണം നമ്മൾ ഭഗവാന്റെ തൃപാദങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഭഗവാൻ മാത്രമേ നമുക്കുള്ളൂ. 1-2 കാര്യങ്ങളിലൂടെ ഭഗവാൻ എപ്പോഴും നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് സൗകര്യങ്ങളും സമാധാനവും ജോലിയും എല്ലാം തന്നിട്ട് നമ്മൾക്ക് നന്ദിയുണ്ടോ എന്ന് ഭഗവാൻ നോക്കും. നമ്മൾക്ക് നന്ദിയുണ്ടോ എന്ന് ഭഗവാൻ എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അത് അപ്പം നമുക്ക് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താ പറയാ, ഇന്നിനിപ്പോൾ വിളക്ക് വെക്കണ്ട, അല്ലെ ഇന്ന് നാമം ചൊല്ലണ്ട, ഈ ഏകാദശി പോട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ സാത്വികമായ ഒരു ആത്മീയ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുന്നു, അല്ലെങ്കിൽ സുഖസൗകര്യങ്ങളിൽ നമ്മൾ മായ പിടിച്ച പോലെ കിടക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് വരെ നമുക്ക് ഉണ്ടായിരിക്കുന്ന എല്ലാ ശാന്തിയും സമാധാനവും പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനിക്കാനുള്ള ആ ഒരു മനസ്ഥിതിയും എല്ലാം പിന്മാറും. അകാരണമായ ടെൻഷൻ, തലവേദന, വെപ്രാളം, ഒരു സുഖകരമല്ലാത്ത അവസ്ഥ, ഒന്നിനും ശ്രദ്ധയില്ലായ്മ, അല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനെല്ലാം ദേഷ്യം, പ്രതീക്ഷയില്ലാത്തൊരു ജീവിതം, നഷ്ടങ്ങൾ, ഇതെല്ലാം നമുക്ക് വന്നു ചേരും. ഭഗവാൻ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അശാന്തിയാണ്. എന്നാൽ ഭഗവാനുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏത് കൊടിയ പ്രശ്നങ്ങളും നമുക്കതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ധൈര്യം, ഒരു ചങ്കൂറ്റം. ഇനി ആരൊക്കെ നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാലും ശരി, നമ്മൾക്ക് അതൊരു പ്രശ്നമല്ല. നമ്മൾ ഉണ്ടാവും. കാരണം നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇന്ന ആള് കൂടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലല്ല നമ്മൾ ജീവിച്ചത് അല്ലേ? ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, ഇനി നമ്മളൊരു ട്വിൻസ് ആയിട്ടാണ് ജനിക്കുന്നതെങ്കിലും കുറച്ച് സെക്കൻഡ്സിന്റെ വ്യത്യാസത്തിലായിരിക്കും അടുത്ത കുഞ്ഞ് പുറത്തു വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഏകനായി വന്ന് ഏകനായി ജീവിച്ച് ഏകനായിട്ട് തിരിച്ചു പോകാനുള്ള ഒരു യാത്രയിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മനസ്സ് പതറിപ്പോവരുത്. അവിടെ നമുക്ക് എന്നും തുണയായിരിക്കുന്നത് ആരാണ്? ഈശ്വരൻ മാത്രമാണ്. ഇപ്പൊ നമ്മൾ ആരോടൊക്കെ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാലും ശരി, അതിന്റെ അർത്ഥം നിങ്ങൾ എന്നോട് വിഷമങ്ങൾ പറയണ്ട എന്നല്ല കേട്ടോ. തീർച്ചയായിട്ടും ഞാനത് കേൾക്കും. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ആശ്വസിപ്പിക്കും, കൂടെ നിൽക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഞാൻ പറയാണ്, ഇപ്പൊ കേരളത്തിലൊക്കെ എനിക്ക് തോന്നുന്നു അയൽവക്കക്കൂട്ടമോ സംതിങ് ഏതോ ഒരു സംഭവമുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ അയൽക്കൂട്ടം എന്ന് പറയുന്നു അല്ലെ, സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല സംഘടനകൾ, കൂട്ടായ്മകൾ, അങ്ങനെ എന്തൊക്കെയോ കുറേ കമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ ഇല്ലാതെ പോകുന്നത് ഒരു ഐക്യതയാണ്. പലപ്പോഴും ഐക്യതയില്ലായ്മ അതിലൊക്കെ സംഭവിക്കാറുണ്ട്. എല്ലാം പറയുന്നില്ല, ചിലതൊക്കെ നല്ല മനോഹരമായിട്ട് ഐക്യത്തോടെ പോകുന്നുണ്ട്. എന്നാൽ ഒരു നാമജപ കൂട്ടായ്മ എന്ന് പറയുന്നത് എന്നും ഐക്യതയാണ്. നാമജപ കൂട്ടായ്മ എന്ന് പറയുന്നത് എന്നും ഐക്യമുള്ളതാണ്. കാരണം എന്താ? അവരുടെ ലക്ഷ്യം നാമം ജപിക്കുക എന്നുള്ളതാണ്.
അവർ നാമം ജപിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത്. ആ ഒരു ലക്ഷ്യമുണ്ട്. അവരുടെ സർവ്വ പ്രശ്നങ്ങളും നാമജപത്തിലൂടെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണമെന്ന ഒരു ആത്മബോധത്തോടു കൂടി വരുന്നത് കൊണ്ട് അവിടെ ആ ഒരു കൂട്ടായ്മ ശക്തമായിരിക്കും. കാരണം എന്താ, അവരൊരു സൊല്യൂഷൻ തേടിയാണ് വരുന്നത്. എന്നാൽ മറ്റു കാര്യങ്ങളിൽ എന്ന് പറഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആര് വരുന്നു, ആര് പോകുന്നു, അവരെന്ത് വസ്ത്രം ധരിക്കുന്നു, അവരെത്ര പവന്റെ മാല ഇടുന്നു, അവരിട്ടത് കുടുംബശ്രീ കറക്റ്റ്, അവരിട്ടിരിക്കുന്നത് സ്വർണമാണോ, അവരിട്ടിരിക്കുന്നത് സ്വർണമല്ലാത്തതാണോ, അവരുടെ മകള് പ്രസവിച്ചോ, ഭർത്താവ് ഇട്ടിട്ട് പോയോ, മരുമക്കൾക്ക് എന്താ പ്രശ്നം, ജോലി ഉണ്ടോ, വണ്ടി വാങ്ങിയോ, എത്ര രൂപയുടെ സാരിയാണ്, ഇങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് ആണ് ഈ ചുറ്റുപാടുള്ള ആ ഒരു ആളുകളുടെ ഉള്ളിലെല്ലാം ഉള്ളത്. ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഐക്യതയില്ലായ്മയിൽ ഒരിക്കലും ഈശ്വരൻ ഉണ്ടാവില്ല. നമുക്ക് ഈശ്വരൻ ഉള്ളിടത്താണ് നമ്മൾ നിൽക്കേണ്ടത്. മനസ്സിലായില്ലേ? നമ്മൾക്ക് എവിടെയാണോ ഭഗവാൻ ഉള്ളത് ആ കൂട്ടായ്മ മതി നമുക്ക്. ഇപ്പോ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പഴകുന്ന സമയത്ത് പലരും വ്യത്യസ്ത സ്വഭാവക്കാരാണ്. എല്ലാവരും ചിലപ്പോൾ പൂർണ്ണമായിട്ട് സാത്വികമായ രീതിയിലായിരിക്കില്ല പോവുക. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ പോകും, കാണും, സംസാരിക്കും, ലിമിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ തിരിച്ചു വരും. കാരണം എന്താ, എൻ്റെ റൂട്ട് അതല്ല. എനിക്ക് വേറൊരു വഴിയുണ്ട്. നമ്മൾ ഏതോ സിനിമയിൽ രജനീകാന്ത് സാർ ആരോ പറഞ്ഞ പോലെ എം വഴി തനി വഴി എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു വ്യത്യസ്തമായ ഒരു വഴിയുണ്ട് അല്ലെ. ആ വഴികളിൽ ചിലപ്പോൾ കഷ്ടപ്പാടുകൾ ഉണ്ടാവും, ഒറ്റപ്പെടൽ ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, അപമാനം ഉണ്ടാവും, ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കുറ്റപ്പെടുത്തും, ആയിക്കോട്ടെ. പക്ഷെ എൻ്റെ ലക്ഷ്യം ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. നമ്മൾ പോകുന്ന വഴികളിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ആ മാർഗമല്ല നമ്മുടെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടിരിക്കുന്നത് എന്താണ്, നമ്മുടെ ലക്ഷ്യമാണ്. ലക്ഷ്യം ഈശ്വരനാണ്. മനസ്സിലായില്ലേ? ആ പൂർണ്ണമായ സത്യത്തിലേക്ക് അടുക്കുമ്പോൾ പല കഷ്ടപ്പാടുകൾ ഉണ്ടാവും. യഥാർത്ഥമായിരിക്കുന്ന ഒരു ജീവിത രീതിയിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉറപ്പാണ്, സുനിശ്ചിതമായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ. പക്ഷെ നിങ്ങൾ പോകുന്നത് ഒരു മായയിലൂടെ ഒരു വഴിയിലാണെങ്കിൽ അവിടെ നമ്മൾ നന്നായിട്ട് ഉറങ്ങാം, കുറെ നോൺ വെജ് കഴിക്കാം, കുറെ നമ്മളെ സുഖിപ്പിക്കുന്ന വർത്താനങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. ഒന്നും വേണ്ട, ഒരു കല്യാണത്തിന് നല്ല രീതിക്ക് പോയി നിന്ന്, നല്ല പട്ടുസാരി നല്ലതൊക്കെ ആയിട്ട് പോയി നിന്നാൽ അസൂയ ഉള്ളിൽ വെച്ചിട്ടാണെങ്കിലും പറയും, നല്ല ഭംഗിയുണ്ട് കേട്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മളെ അങ്ങ് പുകഴ്ത്തും. എന്നാൽ നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ അവരുടെ തനി സ്വഭാവം നമ്മൾക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ ഒന്ന് മാറ്റിയിട്ട് സ്വന്തമായി സന്തോഷം കണ്ടെത്തുക. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാനൊരു മാതാജിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ വിവാഹം ചെയ്യുന്നത് അല്ലെ. ഒരു അമ്മയുടെ വയറ്റിൽ പറഞ്ഞ മക്കൾ തമ്മിൽ വിവാഹം ചെയ്യില്ല. അപ്പം അതെ, നമ്മളെ കളിയാക്കും. അപ്പോൾ രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന സ്വഭാവക്കാര് കല്യാണം കഴിച്ചാൽ ആദ്യത്തെ 6 മാസം എന്തായിരിക്കും, വളരെ സ്നേഹമായിരിക്കും. ആ സ്നേഹം എന്ന് പറയുന്നത് ഒരു ശാരീരിക ബന്ധത്തിന്റെ അടിസ്ഥാനമാണ്. മനസ്സിലായി? അപ്പൊ ഒരു ശാരീരിക അട്രാക്ഷൻ ഉണ്ട് അവിടെ. ആ അട്രാക്ഷൻ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു ഉപ്പുമാങ്ങ നമ്മള് കണ്ണിമാങ്ങ അച്ചാറ് ഭരണിയിലിട്ട് വെച്ചാൽ അത് ആയോ 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 എന്നുള്ളൊരു ത്വരിത ഉണ്ടാവും. അതുപോലെ കല്യാണം എടുത്തു എന്നൊരു സന്തോഷം ഉണ്ടാവും. എന്നാൽ ഈ അച്ചാറ് നമ്മൾ കുറെ കാലം കഴിച്ചു കഴിഞ്ഞാലോ നമുക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ വിവാഹം കഴിക്കുന്നത് വരെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അയ്യോ എന്റെ കല്യാണം എടുത്തു, അങ്ങനെയാവണം, ഇങ്ങനെയാവണം, അതായണം, ഇത് ചെയ്യണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം. കല്യാണം കഴിച്ച് 6 മാസം വരെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സ്റ്റാറ്റസ് ഇടലും അതും ഇതും ഫോട്ടോ എടുക്കലും ടൂർ പോവലും അമ്മായിയമ്മയോട് ഭയങ്കര സ്നേഹവും വീട് വൃത്തിയാക്കലും നാത്തൂനെ സ്വീകരിക്കലും മക്കളെ മടി വെക്കലും കൊഞ്ചിക്കലും ഉമ്മ വെക്കലും. ആഫ്റ്റർ 6 months എന്താ സംഭവിക്കുക? സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ കയറിക്കൂടും. ആ സ്വാർത്ഥതയിൽ നിന്നുണരുന്നത് എന്താണ്? രണ്ട് വ്യക്തികൾ തമ്മിൽ അകൽച്ചയാണ്. ഇനി ഇതൊന്നും അല്ല എങ്കിൽ ഇതൊരു വശം. രണ്ടാമത്തെ വശം എന്താണ്? ഒരു കാരണവശാലും ഇവർ തമ്മിൽ ചേർന്ന് പോകാത്ത മാനസിക അസ്വാരസ്യങ്ങൾ ഉടലെടുക്കും. അപ്പൊ ഇതിന് ഒരു സൊല്യൂഷൻ. അപ്പൊ പലപ്പോഴും മഞ്ജരീസിലൂടെ എന്നോട് വിളിച്ച് പലരും പറയുന്നത്, മാതാജി ഇങ്ങനെ കുറെ പ്രശ്നങ്ങളാണ്, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ലാത്ത പോലെ ഒരു ഫീലാണ്, എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഓക്കെ, എനിക്കത് മനസ്സിലാവുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് സ്ത്രീകൾ അടിമകളാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുക. സ്ത്രീകൾ ഒരിക്കലും അടിമകളല്ല, അങ്ങനെയാണ് എന്നല്ല പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും പരിലാളനങ്ങളിൽ നമ്മൾ ജീവിച്ചു വരുന്ന അവസ്ഥയായിരിക്കില്ല മറ്റൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ. അവിടെ പല ആളുകളുണ്ടാവും, പല വ്യത്യസ്തമായിരിക്കുന്ന സ്വഭാവക്കാരുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ക്ലിപ്പിടാം. നമ്മളിത് തുറന്നാലാണ് പ്രശ്നം. പ്രത്യേകിച്ച് സ്ത്രീകള് തുറക്കണ്ട. ഞാൻ പറയണെന്താ അറിയാം, സ്ത്രീ അബലയാണ്. എത്ര വലിയ ജിമ്മിൽ പോയിട്ട് വലിയ സംഭവമാക്കിയിട്ട് വെയിറ്റ് എടുത്ത് വലിയ മസിലൊക്കെ വെച്ചാലും സ്ത്രീക്ക് പരിമിതികളുണ്ട്. ആ സ്ത്രീ എന്നോട് എപ്പോഴും പല സ്ത്രീകളും പറയും, ഞാൻ ഒരുപാട് സഹിച്ചു മാതാജി, ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, പ്രസവ വേദനയേക്കാൾ വലിയ വേദന എന്താ ഉള്ളത്?
ഒരു വേദനയില്ല ഇല്ലേ? അപ്പൊ ആ പ്രസവ വേദന സഹിക്കാൻ ഒരു ശക്തിയുള്ള സ്ത്രീ, കാരണം ഒരു പുനർജന്മമാണ് പ്രസവ വേദന എന്ന് പറയുന്നത്, അത് സഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മളോട് നമ്മുടെ പാർട്ട്നേഴ്സ് കാണിക്കുന്ന ഈ സ്വഭാവങ്ങൾ നമുക്ക് സഹിച്ചുകൂടാ? നിങ്ങൾക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, ഭയങ്കരമായ പ്രയാസങ്ങളാണെങ്കിൽ നമുക്ക് ആ ലൈഫ് സെപ്പറേറ്റ് ചെയ്യാം. രണ്ട് വ്യക്തികൾ തമ്മിൽ സെപ്പറേഷൻ ആയി കഴിഞ്ഞാൽ അത് പാർട്ട്ണർഷിപ്പ് ആവട്ടെ, ദാമ്പത്യം ആവട്ടെ, നമ്മൾ പിന്നെ എങ്ങനെ എന്താ പറയാ, നുള്ളിപ്പിറക്കി എണ്ണിപ്പിറക്കി അവരെ കുറ്റം പറയുക, അവരെന്ത് ചെയ്യണോ അവരെ ഏത് ചെയ്യണോ, ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോരുത്. നമ്മളെ റൂട്ട് വേറെ, നമ്മൾ നമ്മുടെ ജീവിതം നോക്കി മുന്നോട്ട് പോവുക. ആരെക്കുറിച്ചും നമ്മൾ പരാതി പറയാതിരിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറെയൊക്കെ മിണ്ടാതിരിക്കുക, സഹിക്കുക. കാരണം എന്താ അറിയോ, സ്ത്രീകൾക്ക് സുരക്ഷിതമില്ലാത്തൊരു നാടാണ് കേരളം. ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. ഇവിടെ എനിക്ക് ചെന്നൈയിൽ രാത്രി ഒരു 11 മണിക്കോ 12 മണിക്കോ ഞാനൊരു ക്യാബ് പിടിച്ച് ഒരു 1.5 മണിക്കൊക്കെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്ന ദിവസങ്ങളുണ്ട്, 2 മണിക്കൊക്കെ വന്ന ദിവസങ്ങളുണ്ട്. ഒലേ ബുക്ക് ചെയ്ത് എനിക്ക് വരുന്നെങ്കിൽ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ സേഫായിട്ട് എൻ്റെ വീട്ടിലെത്തും. മനസ്സിലായില്ലേ? കറക്റ്റായിട്ട് ഞാൻ എൻ്റെ വീട്ടിലെത്തും. എന്നാൽ കേരളത്തിൽ നമുക്ക് അത് അത്രയും ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മലയാളീസ് എന്നല്ല ഞാൻ പറയുന്നത്, ഞാനും മലയാളിയാണ്, മലയാളീസിനല്ല ഞാൻ പറയുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിലൊക്കെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ വന്ന് ജീവിക്കുന്നുണ്ട്. ജിഷ കൊലപാതകമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുറച്ച് അരക്ഷിതാവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് ദയവായി നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റയ്ക്കൊരു ജീവിതം എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുക, സ്ത്രീകൾ പോകാതിരിക്കുക. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം വേണം. നഷ്ടപ്പെടാൻ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. ഒരു ഗ്രാമിന് വേണ്ടി കഴുത്തറത്ത് ജീവൻ നശിപ്പിക്കുന്ന സ്ഥലമായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ പിഞ്ചു കുഞ്ഞെന്നോ വയോധികയെന്നോ ഇല്ല. ഒരു മരത്തിന്റെ മുകളിൽ തുണി കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതുപോലും ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദയവായി കുടുംബം വിട്ട് പുറത്തു പോകാതിരിക്കുക. ഇത് സ്ത്രീകളോട്, എൻ്റെ സഹോദരിമാരോടും അമ്മമാരോടും അനിയത്തിമാരോടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾ കുടുംബം വിട്ട് പുറത്തു പോകാതിരിക്കുക. കുടുംബത്തിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞു തീർത്താൽ തീരും. ഇനി നമ്മൾ സൈലന്റ് ആയാൽ തീരും, ഇനി നമ്മൾ സഹിച്ചാൽ തീരും. പക്ഷെ പുറത്ത് ഒരു അന്യന്റെ മുമ്പിൽ അവൻ ഉപദ്രവകാരിയായി മാറുന്ന സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് ലൈഫിൽ വരാൻ പറ്റില്ല. അതുപോലെ നിരവധി പേര് നമ്മളുടെ കുടുംബ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഫ്രണ്ട്ഷിപ്പുമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വരും. ഇവരാരും നമ്മളെ പൂർണ്ണമായി സംരക്ഷിക്കില്ല. മനസ്സിലായില്ലേ? മെസ്സഞ്ചർ എടുത്താൽ അവർ ചാറ്റ് ചെയ്യും നമ്മളോട്, അങ്ങനെ ഇങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ചാറ്റ് ചെയ്യും. പക്ഷെ ഒരിക്കൽ പോലും നമ്മളെ അവർ സംരക്ഷിക്കില്ല. നമ്മുടെ മക്കളെ ഒരിക്കൽ പോലും അവർ സ്വന്തം മക്കളായി കാണില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് കാമുകന്റെ കൂടെ പോകാൻ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇതൊക്കെ പൈശാചിക മനോഭാവമാണ്. സ്വന്തം സുഖമല്ല നോക്കേണ്ടത്. മനസ്സിലായില്ലേ? നമ്മളുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ അമ്മമാര് ജീവിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളെ മക്കൾക്കായിരിക്കണം. ആ കുഞ്ഞുങ്ങൾ നമ്മുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന നമ്മുടെ ജീവന്റെ അംശമാണ്. ആ മക്കളെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ച് പരിലാളനയോടുകൂടി നമ്മൾ വളർത്തിയെടുക്കാം. ആ വളർത്തുന്ന വഴികളിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ഭർത്താവിൽ നിന്നുണ്ടാവും, വീട്ടുകാരിൽ നിന്നുണ്ടാവും, സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നുണ്ടാവും, ചിലപ്പോൾ സമൂഹത്തിൽ നിന്നുണ്ടാവും, കൂട്ടുകാരിൽ നിന്ന്. ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. ഇതിനേക്കാൾ, ഈ പറഞ്ഞ വ്യക്തികളെക്കാളൊക്കെ മുകളിലാണ് എന്ത്? നമ്മുടെ വയറ്റിൽ നിന്ന് വന്ന നമ്മുടെ മക്കള്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാം ക്ഷമിച്ച് സഹിച്ച് ജീവിക്കണം. പരാതികളില്ല, പരിഭവങ്ങളില്ല. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഭർത്താക്കന്മാരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളാണ്. കുറച്ച് കാലം കഴിയട്ടെ, താൽക്കാലികമായിട്ട് നമ്മൾക്കൊക്കെ ഒരു പ്രസവം കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യമൊക്കെ കുറച്ചൊന്ന് ക്ഷീണിക്കും, നമുക്ക് വയ്യായിക വരും, നടുവേനയും മുട്ടുവേനയും കാലുവേനയും ഒക്കെ ഉണ്ടാവും. കാരണം അത്രയും നാടിയും ഞരമ്പും ഒക്കെ എന്താ പറയാ വലിച്ചു മുറുക്കിയാണ് നമ്മളൊരു പ്രസവം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ നമ്മൾ ജന്മം നൽകുന്നത് അല്ലേ? അപ്പൊ അതിൻ്റെതായ അസുഖങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ടാവും. അത് അനുഭവിക്കാത്ത പുരുഷന് ഒരിക്കലും ആ കഷ്ടപ്പാട് മനസ്സിലാവില്ല. ചിലവർക്ക് മനസ്സിലാവും, ചിലവർ മനസ്സിലാക്കില്ല. അപ്പൊ നമ്മള് അനാരോഗ്യമായ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും പുരുഷൻ എന്താണ്? അവൻ ശക്തിയുള്ളവനാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ആ ശക്തിയുള്ള പുരുഷൻ പോലും നാളെ നമ്മളാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അവര് നമ്മളുടെ പ്രൊട്ടക്ഷനിൽ ജീവിക്കേണ്ട ഒരു ദിവസം ഉണ്ട്, കമ്പൽസറി ആയിട്ടുണ്ട്. അത് ഏത് വലിയ എന്താ പറയാ ടൈഗർ ആയിക്കോട്ടെ, ആ ദിവസം ഉണ്ട്. അത് കറക്റ്റായ കാര്യമാണ്. കാരണം എൻ്റെ അമ്മ ഉണ്ടല്ലോ, അമ്മമ്മയുടെ കാര്യം ഞാൻ ആലോചിക്കാറുണ്ട്. അമ്മച്ചൻ വരുന്നു എന്ന് പറയുമ്പോഴേക്ക് ആ വീട് സൈലന്റാ. അയ്യോ ഒരു രക്ഷയില്ല. അമ്മമ്മയുടെ സൗണ്ട് പോലും, ശ്വാസം പോലും പുറത്തേക്കില്ല. എന്നാൽ അവസാന കാലം വരെ എൻ്റെ അമ്മമ്മയുടെ കൈ പിടിച്ചിട്ടൊക്കെ എൻ്റെ അമ്മച്ചന് നടക്കേണ്ടി വന്നിട്ടുണ്ട്. യൂറിൻ ട്യൂബ് മാറ്റാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാത്തിനും എൻ്റെ അമ്മമ്മയുടെ സപ്പോർട്ട് ആവശ്യം വന്നിട്ടുണ്ട്. അമ്മച്ചൻ മരിച്ചിട്ട് 10-12 കൊല്ലമായി. ഇന്നും അമ്മമ്മ ജീവനോടെ ആരോഗ്യത്തോടെ 5 മണിക്ക് എണീറ്റ് കുളിച്ച് മുറ്റടിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കോർട്ടിൽ ഈ പന്ത് വരും. മനസ്സിലായില്ലേ? ഉറപ്പായിട്ടും നമ്മുടെ കോർട്ടിൽ ഈ പന്ത് വരും. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കാം. ഒറ്റ കാര്യം ചിന്തിക്കുക, നമ്മൾ സ്വസ്ഥമായി സമാധാനമായി സന്തോഷമായി മിണ്ടാതിരിക്കുക.
നമ്മളുടെ ദിവസം നമുക്ക് അതിനുള്ള ആൻസർ കൊടുക്കാം. അതുകൊണ്ട് ദയവായി എന്ത് ചെയ്യാം, വിഷമിക്കാതെ, ടെൻഷൻ അടിക്കാതെ, വേവലാതിപ്പെടാതെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം സൈലന്റ് മൂഡിൽ ഇട്ടിട്ട് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, കുടുംബത്തിൽ നിന്ന് തനിയെ പുറത്ത് പോവാതിരിക്കുക. കല്യാണം കഴിച്ചു വന്ന വീടല്ല നമ്മുടെ സ്വന്തം വീട്. ആ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ ആദ്യത്തെ ഒരു പ്രാവശ്യം വിളിക്കാൻ ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മൾ ആ വീട്ടിന് ഭാരമാണ്. അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അല്ലെങ്കിൽ പിന്നെ നല്ല ഗവൺമെന്റ് ജോലിയും നല്ല ഒരു 4 ശമ്പളം വാങ്ങാൻ പറ്റുന്ന 5 ശമ്പളം വാങ്ങാൻ പറ്റുന്ന ഒരു ജോലിയും ഒക്കെ നമ്മുടെ കയ്യിൽ വേണം. അതൊന്നും ഇല്ലാണ്ട് നമ്മൾ ചാടി ഇറങ്ങി പോകരുത് കേട്ടോ. അപ്പം വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും പറഞ്ഞതല്ല. ഇതൊക്കെ ഞാനും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പലരിൽ നിന്ന് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നു പലതും. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒരു ടോക്ക് തന്നത് മാത്രമേ ഉള്ളൂ, മഞ്ജരീസ് ഫാമിലിക്ക് വേണ്ടി മാത്രം. ഓക്കെ, ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41. മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മഞ്ജരീസിൽ നിന്ന് ഒരുപാട് ഹൈന്ദവ സംബന്ധമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും. എപ്പോഴൊക്കെയാണ് ക്ലാസ്സുകൾ എന്നുള്ള ഡീറ്റെയിൽസ് ലഭിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഞ്ജരീസിന്റെ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. യൂട്യൂബിലൂടെ ക്ലാസ് കാണുന്ന എല്ലാവരുടെയും കമന്റ്സ് ഞാൻ കാണുന്നു. ഒരുപാട് സന്തോഷം. നിങ്ങളുമായിട്ട് എനിക്ക് ഇതുപോലെ ലൈവിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഫേസ്ബുക്കിലാണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ അതിനിടയിൽ ഇടുന്ന സമയത്ത് ഞാൻ അതിന് കമന്റ്സിന് ആൻസർ തരുന്നതായിരിക്കും സമയം പോലെ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ജരീസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു വെച്ചോളൂ. നമ്മുടെ യൂട്യൂബിലൂടെ ക്ലാസ് കാണുന്നവരാണെങ്കിൽ, ഞാൻ യൂട്യൂബിലൂടെയാണ് ക്ലാസ് കാണുന്നത്, എൻ്റെ പേര് ഇതാണെന്ന് പറഞ്ഞ് എനിക്ക് ഞാൻ മുകളിൽ പറഞ്ഞ നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. 93 42 49 49 41 അതിലേക്കൊരു മെസ്സേജ് തന്നാൽ മതി. ഇനി ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ അതിലേക്ക് അങ്ങനെ ഒരു മെസ്സേജ് തന്നാൽ മതി. ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിഷ്ണു സഹസ്രനാമം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ്? ധ്യാനവും നസ്യവും ഒക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലേക്ക് പോവാണ്. ഭഗവാന്റെ കാരുണ്യത്താൽ ഇതുവരെ എടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വിഷ്ണു സഹസ്രനാമം സ്റ്റാർട്ട് ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓക്കെ മാ. അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി ഞാൻ ഓരോ വാക്കിന്റെയും അർത്ഥം വെച്ച് പറഞ്ഞുതരും. ഓക്കെ. ഓം വിശ്വം വിഷ്ണുർ വഷ്ടകാരോ. ഓം വിശ്വം വിഷ്ണുർ വഷ്ടകാരോ. ഭൂത ഭവ്യ ഭവത് പ്രഭു. ഓം വിഷ്ണുർ വഷ്ടകാരോ ഭൂത ഭവ്യ ഭവത് പ്രഭു. ഭൂതകൃത് ഭൂതഭൃത് ഭാവോ. ഭൂതകൃത് ഭൂതഭൃത് ഭാവോ. ഭൂതാത്മാ ഭൂതഭാവന. തീർച്ചയായിട്ടും കാണും കുഞ്ഞിനെ. അപ്പോൾ ആ 2 ലൈനിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ഒരു വട്ടം കൂടെ എൻ്റെ കൂടെ വായിക്കുക. ഓം വിശ്വം വിഷ്ണുർവഷ്ടകാരോ ഭൂതഭവ്യഭവ പ്രഭു. ഭൂതകൃത് ഭൂതഭൃത് ഭാവോ. ഭൂതാത്മാ ഭൂതഭാവന. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓം വിശ്വം എന്ന് പറഞ്ഞാൽ വിശ്വം എന്താണ്? ലോകമാണ് അല്ലെ? അപ്പോ ഈ ലോകം ആരാണ്? ഭഗവാനാണ്. അപ്പൊ ജഗത്തു തന്നെയായിരിക്കുന്ന ആൾ അഥവാ ബ്രഹ്മം എന്ന് പറഞ്ഞാലും ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഓം വിശ്വം എന്നിവിടെ പ്രതിനിധീകരിക്കുന്നത് ലോകമാണ്. ലോകത്തെ ആരായി മാറ്റുന്നു? നമ്മൾ ഭഗവാനായിട്ട് കാണുന്നു. ഈ ലോകം എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ഭഗവാനാണ്. അതാണ് ഓം വിശ്വം വിഷ്ണുർവഷ്ടകാരോ. വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താ? സർവവ്യാപി, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ. അതാണ് ഭഗവാൻ വിഷ്ണു. വഷ്ടകാര. വഷ്ടകാര എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിച്ചാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത്? യജ്ഞങ്ങളും സമർപ്പണങ്ങളും ഒക്കെ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാന് വേണ്ടിയിട്ട് അല്ലെ? അദ്ദേഹത്തിനാണ് നമ്മൾ ഇത് സമർപ്പിക്കുന്നത്. വഷ്ടകാര എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിച്ചാണോ യജ്ഞം ചെയ്യുന്നത് ആ വ്യക്തിയെ നമ്മൾ ഇവിടെ വഷ്ടകാര എന്ന് പറയുന്നു. അപ്പോൾ ജഗത്ത് തന്നെയായിരിക്കുന്ന എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആരെ ഉദ്ദേശിച്ചാണോ നമ്മൾ യജ്ഞം ചെയ്യുന്നത്. ക്ലിയർ? ഇനി ഭൂത ഭവ്യ ഭവത് പ്രഭു എന്ന് വെച്ചാല് ഭൂതം, ഭാവി, വർത്തമാനം, കഴിഞ്ഞു പോയത്,
ഇന്നുള്ളത് നാളെയുള്ളത്. ഭൂതം വൈഫൈ കട്ടായിക്കൊണ്ടിരിക്കുക, ക്ഷമിക്കണം കേട്ടോ. ഭൂത ഭവ്യ ഭവത് പ്രഭു, ഭൂതത്തിനും ഭാവിക്കും വർത്തമാനത്തിനും എല്ലാം അധിപൻ ആരാണ്? കാലങ്ങളുടെ എല്ലാം അധികാരി ആരാണ്? ഭഗവാനാണ്. മനസ്സിലായോ? ഇന്നലകൾക്കും ഇന്നിനും നാളേക്കും എല്ലാം സാക്ഷി ഭഗവാനാണ്. കാലത്തിന് സാക്ഷിയായിരിക്കുന്ന ആ ഭഗവാൻ. ഭൂതകൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൃഷ്ടികർത്താവിന്റെ രൂപത്തിൽ ഈ ഭൂതങ്ങളെയെല്ലാം, ഈ കാലങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് ആരാണ്? ഇന്നലകളെയും ഇന്നിനെയും നാളെയും എല്ലാം സൃഷ്ടിക്കുന്നത് ആരാണ്? അതാണ് ഭഗവാൻ. അപ്പോ ഭൂതകൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാൻ. ഭൂതഭൃത്, ഓക്കെ. ഓം വിശ്വം വിഷ്ണുർ വഷ്ടകാരോ ഭൂത ഭവ്യ ഭവത് പ്രഭു. ഭൂതകൃത്. ഇനി ഭൂതഭൃത്. ഭൂതഭൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഭരിക്കുന്നത് ആരാ? ഭഗവാനാണ്. വേദ. അപ്പോ ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഭരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അതാണ് ഭൂതഭൃത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഭാവ. അടുത്തത് ഭാവ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച രൂപത്തിൽ ഭവിക്കുന്നവൻ. ഈ ലോകത്തിന്റെ രൂപത്തിലാണ് ഭഗവാനെ. അതാണ് നമ്മൾ പറഞ്ഞത് ഈ പ്രകൃതി ശക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒരു സത്യമുണ്ട്, ഈ പ്രകൃതിയിൽ ഒരു സത്യമുണ്ട്, യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയും. ഈ ലോകത്തിനൊരു സത്യമുണ്ട്, കാലത്തിനൊരു സത്യമുണ്ട്, കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ. അപ്പം അതായത് ഈ ലോകത്തിനൊരു സത്യമുണ്ട്. ആ സത്യം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഭാവ, പ്രപഞ്ച രൂപത്തിൽ ഭവിക്കുന്നവൻ. ഈ ലോകത്തിന്റെ രൂപത്തിലാണ് ഭഗവാൻ ഇപ്പൊ ഇരിക്കുന്നത്. ക്ലിയർ? ഭൂതാത്മാ. അടുത്തത് ഭൂതഭൃത്. ഭൂതഭൃത് ഭാവോ. ഇനി ഭൂതാത്മാ. ഭൂതാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവഭൂതങ്ങളെയും ആത്മാവായിരിക്കുകയാണ് ഭഗവാൻ. എന്നിലും നിന്നിലും ഈശ്വരനുണ്ട്, ജീവജാലങ്ങളിലും ഈശ്വരനുണ്ട്. എല്ലാ സമസ്ത ജീവജാലങ്ങളും ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പൊ സർവഭൂതങ്ങളിലും ഭഗവാൻ പരമാത്മാവിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതാണ് ഭൂതാത്മാ എന്ന് പറയുന്നത്. ഭൂതങ്ങളിലെല്ലാം ആത്മാവായിരിക്കുന്നവനെയാണ് ഭൂതാത്മാ എന്ന് പറയുന്നത്. അതും ഭഗവാൻ തന്നെയാണ്. സഹസ്രനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ 1000 നാമങ്ങളാണ്. ഭഗവാന് ഭൂതാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാൻ തന്നെയാണ്. ഓക്കെ. ഇനി ഭൂതഭാവന. ഈ ലോകത്തിനെ സൃഷ്ടി നടത്തുന്നതും ഭഗവാൻ തന്നെയാണ്, നിലനിർത്തുന്നതും ഭഗവാൻ തന്നെയാണ്. അതാണ് ഭൂതഭാവന. അതായത് ഭഗവാൻ തന്നെയാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും നാളെ ഇല്ലായ്മ ചെയ്യുന്നതും ഭഗവാൻ തന്നെയാണ്. അതാണ് ഭൂതാത്മാ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ അതായത് ഈ ലോകം തന്നെ, ഈ ജഗത്ത് തന്നെ ആരാണ്? ജഗത്തായിരിക്കുന്ന ഭഗവാൻ, ബ്രഹ്മം. ആ ബ്രഹ്മം ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ആ ഭഗവാനെ ഉദ്ദേശിച്ചാണ് നമ്മൾ യജ്ഞങ്ങളും സമർപ്പണങ്ങളും കീർത്തനങ്ങളും സത്സംഗങ്ങളും എല്ലാം ചെയ്യുന്നത്. ആ ഭഗവാൻ തന്നെയാണ് ഇന്നലകളെയും ഇന്നിനെയും നാളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടികർത്താവിന്റെ രൂപത്തിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് എല്ലാ ക്ഷമിക്കണം, എന്തോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്, ക്ഷമിക്കുക. അപ്പൊ ആ സൃഷ്ടികർത്താവിന്റെ രൂപത്തിലിരിക്കുന്ന ഭഗവാൻ, എല്ലാ ഭൂതജാലങ്ങളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ പ്രപഞ്ച രൂപത്തിൽ അങ്ങനെ കുടികൊള്ളുകയാണ്. എന്നിട്ടോ എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവായിട്ട് ഭഗവാൻ ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ പരമാത്മാവായിട്ട് ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ആ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ എല്ലാ ഭൂതജാലങ്ങളെയും, അതായത് നമ്മുടെ ഈ ലോകത്തിലിരിക്കുന്ന സമസ്ത ഭൂതം എന്ന് പറഞ്ഞാൽ പ്രേതല്ല കേട്ടോ, നമ്മൾ ഈ ജീവജാലങ്ങളെയാണ് ഈ പറയുന്നത്. അപ്പൊ എല്ലാ ജീവാത്മാക്കളെയും, അത് ചെടിയാവട്ടെ, മാനാവട്ടെ, മയിലാവട്ടെ, മനുഷ്യനാവട്ടെ, കുരങ്ങാവട്ടെ, പട്ടിയാവട്ടെ, എന്തോ ആവട്ടെ, ജീവനുള്ള സമസ്ത ജീവജാലങ്ങളെയും സമൃദ്ധിയും പോഷണവും എല്ലാം നൽകി പരിപാലിക്കുന്നതുമായിരിക്കുന്ന ആ ഭഗവാൻ. മനസ്സിലായി? ആ ഭഗവാനാണ് അതെല്ലാം ചെയ്യുന്നത്. അതാണ് ഓം വിശ്വം വിഷ്ണുർവഷ്ടകാരോ ഭൂതഭവ്യ ഭവത് പ്രഭും. നമസ്തേ ഗുരുദേവ്. ഭൂതഭവ്യ ഭവത് പ്രഭു, ഭൂതകൃത് ഭൂതവൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ 1000 നാമങ്ങളിൽ സഹസ്രനാമം തുടങ്ങുന്ന 2 ലൈൻസ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ക്ലിയർ? ഇനി അടുത്തതോ പൂധാത്മാ. ഇതുവരെ നമ്മൾ ഭാ പഠിച്ചു, ഭരണിയുടെ ഭാ പഠിച്ചു. ഇപ്പൊ ഉള്ളത് പൂവാണ്, അതായത് പറവയുടെ പാ. പൂധാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി. പൂധാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി. അവ്യയ പുരുഷ സാക്ഷി.
അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോ. അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോ ക്ഷര ഏവച. ക്ഷേത്രജ്ഞോ ക്ഷര ഏവച. അതാണ് അടുത്ത ലൈൻ, അടുത്ത 2 ലൈൻ. അതായത് കൂടെ വായിക്കാം. പൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി. അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോ ക്ഷര ഏവച. ഓക്കെ, വായിക്കാൻ കിട്ടിയില്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പൂതാത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിശുദ്ധമായിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയവൻ. ഭഗവാൻ പരിശുദ്ധമായിരിക്കുന്ന രൂപമാണ് ഭഗവാൻ, അല്ലെ? ആ പരിശുദ്ധമായിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയവൻ, അല്ലെങ്കിൽ പരിശുദ്ധനും ആത്മാവുമായിട്ട് നമ്മളിൽ ഇരിക്കുന്നവൻ. ഭഗവാൻ പരിശുദ്ധമായിരിക്കുന്ന പരമാത്മാവിന്റെ രൂപത്തിലാണ് നമ്മളിൽ സ്ഥിതി ചെയ്യുന്നത് എല്ലാ ജീവജാലങ്ങളിലും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു മനുഷ്യനെയും പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കരുത്, ഒരാളെയും വില കുറച്ച് കാണരുത്, ആരെയും അപമാനിക്കരുത്. റോട്ടിൽ കിടക്കണമാവട്ടെ, സിംഹാസനത്തിൽ ഇരിക്കുന്നവനാവട്ടെ, അവന്റെ ഉള്ളിലെല്ലാം ആരിയ്ക്കുന്നു? ഭഗവാൻ ഇരിക്കുന്നു. ഒരമ്മയ്ക്ക് 5 മക്കളുണ്ടെങ്കിൽ ആ മക്കളിൽ ചിലപ്പോൾ 3 പേര് നല്ല ജോലിയിലായിരിക്കും, ഒരാൾ ചിലപ്പോൾ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഒരാളോ അനാരോഗ്യനായി കിടപ്പായിരിക്കും. പക്ഷെ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം 5 മക്കളും തുല്യരാണ്. ആ 5 മക്കളുടെ ആവശ്യങ്ങളും 5 മക്കളും ആ അമ്മയ്ക്ക് ഒരുപോലെയാണ്. അതേപോലെ ഭഗവാൻ ഒരിക്കലും നമ്മളുടെ അവസ്ഥകൾ നോക്കിയല്ല നമ്മളെ സ്നേഹിക്കുന്നത്. എന്താണ്? നമ്മളിലുള്ള നിഷ്കാമമായിരിക്കുന്ന ഭക്തിയാണ്. ഇനി ആ ഭക്തി ഇല്ലെങ്കിലോ ഭഗവാൻ നമ്മൾ ആ ഭക്തിയിലേക്ക് കൊണ്ടുപോകും. അതിന് ഓരോരോ പരീക്ഷണങ്ങളിലൂടെ നമ്മളിങ്ങനെ കൊണ്ടുപോകും ഭഗവാൻ. മനസ്സിലാണോ? പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞു അറിയാതെയും ചെയ്തു വെച്ച കാര്യങ്ങൾ, 2 കാര്യങ്ങൾ. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും മനസ്സിൽ നിന്ന് 2 ശക്തികൾ 2 രീതിയിൽ നമ്മളിൽ നിന്ന് സംസാരിക്കും. ഒന്ന് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യേണ്ട, അത് ശരിയല്ല എന്ന് നമ്മൾ ഉള്ളിൽ പറയും. പക്ഷെ പ്രവൃത്തി എന്താണ്? അപ്പൊ ചെയ്താൽ എന്താ കുഴപ്പം എന്ന മനോഭാവത്തിലൂടെ നമ്മൾ ചെയ്യാൻ പോകും. അപ്പൊ ഈശ്വരൻ ഉള്ളിലിരുന്ന് നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞുതരും, ചെയ്യാൻ പാടില്ല, എന്നിട്ടും നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ ചെയ്യും. മനസ്സിലായി? അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ പിന്നീട് കർമ്മയായിട്ട് നമ്മളെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യും. ചെയ്ത പാപങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോഴും ഈശ്വരൻ നമ്മളെ കൈവിടൂല. കാരണം എന്താ? ഭഗവാന് നമ്മുടെ കണ്ണീര് കണ്ടിരിക്കാൻ കഴിയില്ല. നിർമ്മല ഹൃദയനായിരിക്കുന്ന ആ ഭഗവാൻ എന്തെയും പോട്ടെ സാരമില്ല എന്ന അമ്മയുടെ ഒരു മനോഭാവത്തോടെ ഭഗവാൻ നമ്മളിലേക്ക് പ്രവേശിക്കും. നമ്മളെ ആരെങ്കിലും വഴി, ഏതെങ്കിലും വഴി നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ കർമ്മഫലം കുറച്ച് ഭഗവാൻ എന്തെയും പുനർജന്മങ്ങളിലൂടെ നമ്മളെ അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കും. അപ്പൊ അവിടെ പറയുന്നു, പരിശുദ്ധമായിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയ ആ ഭഗവാൻ, പരിശുദ്ധാത്മാവായിരിക്കുന്ന ആ ഭഗവാൻ നമ്മളില് എന്താണ്? പരമാത്മാവിന്റെ രൂപത്തിൽ കുടികൊള്ളുകയാണ്. അതാണ് പൂതാത്മാ എന്ന് പറയുന്നത്. ഇനിയോ പരമാത്മാ. അടുത്തത് പൂതാത്മാ പരമാത്മാ, അതായത് ശ്രേഷ്ഠമായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന പരമാത്മാവ്. ഭഗവാൻ ശ്രേഷ്ഠനാണ്, സമ്പൂർണനാണ്. നമ്മൾ ആരും സമ്പൂർണ്ണമല്ല. നമുക്കൊരു 5 കിലോമീറ്റർ ദൂരം നടക്കുന്ന കാര്യം ഇവിടെ ഇരുന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. മൊബൈൽ വേണ്ട വരും. മൊബൈലും ഇല്ല, ഒന്നുമില്ല, ആരും പറഞ്ഞു കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് കാണാൻ പറ്റില്ല. 5-10 കിലോമീറ്റർ ദൂരത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാനും കാണാനും പറ്റില്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. നമ്മളുടെ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് ഒരു പരിധിയുണ്ട്, ഇല്ലേ? നമ്മുടെ കേൾവി ശക്തിക്ക് ഒരു പരിധിയുണ്ട്. ഇപ്പൊ അമേരിക്കയിൽ എന്തൊക്കെ ശബ്ദം പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ കാതുകൊണ്ട് ഒരിക്കലും ഇല്ല. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് പരിമിതികളുണ്ട്. ഓക്കെ, അപ്പൊ ആ ഇന്ദ്രിയ പരിമിതികളുള്ള നമ്മൾ ഒരിക്കലും എന്തല്ല? സമ്പൂർണരല്ല. എത്ര വലിയ ഡോക്ടേഴ്സ് ആണെങ്കിലും അവസാനം ഒരു വാക്കുണ്ട്, എന്താണ്? ഇനിയെല്ലാം ഈശ്വര നിശ്ചയം. അപ്പൊ ഈ മനുഷ്യന്മാരായിരിക്കുന്ന വ്യക്തികളെല്ലാം ഒരു പരിധിയേ ഉള്ളൂ. അതിന്റെ അപ്പുറത്താണ് ഈശ്വരൻ എന്ന് പറയുന്ന സത്യം. അതുകൊണ്ട് ഭഗവാൻ എന്താണ്? ശ്രേഷ്ഠനാണ്, സമ്പൂർണനാണ്. ഭഗവാൻ മാത്രമാണ് പൂർണ്ണമായിരിക്കുന്നത്. അതാണ് പരമാത്മാ എന്ന് പറയുന്നത്. പിന്നെന്താ? മുക്താനാം പരമാഗതി. പൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി. പരമാഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തന്മാരായിട്ടിരിക്കുന്നവർക്ക് ശ്രേഷ്ഠമായിരിക്കുന്ന ഗതി നൽകുന്നത് ആരാണ്? ഭഗവാനാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ഭഗവാനോട് അടുക്കാൻ വേണ്ടിയാണ് സത്സംഗങ്ങൾ ചെയ്യുന്നതും ജപിക്കുന്നതും വായിക്കുന്നതും ഏകാദശി എടുക്കുന്നതും ക്ഷമിക്കുന്നതും സഹിക്കുന്നതും എല്ലാം. അങ്ങനെ ചെയ്ത് നമ്മളിങ്ങനെ സ്വർണം തീയിൽ കിടന്നിട്ട് ഇങ്ങനെ പ്യൂരിഫൈ ആവുന്നത് പോലെ നമ്മൾ സ്വയം പ്യൂരിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചോദിക്കും, ഇത്രയും വ്രതം എടുത്തിട്ട് എന്താ കാര്യം? കഷ്ടപ്പാട് തീരുന്നുണ്ടോ? കഷ്ടപ്പാട് തീരാനല്ല എടുക്കുന്നത്. നമ്മളുടെ ആത്മാവും നമ്മുടെ ശരീരവും ഏതൊക്കെയോ ജന്മങ്ങളിൽ കുറെ ദുരിതങ്ങൾ ചെയ്തു. ആ ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനത്തിനായിട്ട് നമ്മളിങ്ങനെ സ്വയം പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ തന്നെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ വ്രതാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ നാമജപങ്ങൾ, ദാനധർമാദികൾ, ഇങ്ങനെ സത്കർമ്മങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠിക്കും തോറും നമ്മൾക്ക് എന്താണ്? ഈ ജന്മത്തിൽ ഒരു ക്ഷേത്രം പണിയാൻ നമ്മളെ കൊണ്ട് 1 രൂപ ചെലവാക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയൊരു സത്യമില്ല. കാരണം എന്താ?
അനേക കോടി ജന്മാന്തരങ്ങളിലൂടെ വരാനിരിക്കുന്ന ഒരുപാട് തലമുറകൾക്ക് ആ ക്ഷേത്രം അവരെ ആ ആത്മാക്കളെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു വഴിയിൽ നമ്മൾ ഒരു രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിനോളം പവിത്രത വേറെ ഇല്ല. മനസ്സിലായില്ലേ? 10 പേരുടെ വിശപ്പകറ്റാൻ നമ്മളൊരു കാരണമാവുന്നുണ്ടെങ്കിൽ അതിനോളം പവിത്രത വേറെ ഇല്ല. അപ്പൊ ഇങ്ങനെ സത്കർമ്മങ്ങളിലൂടെ നമ്മൾ നമ്മളെ സ്വയം പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ എന്താവും? മുക്തരായി മാറും. അങ്ങനെ മുക്തരായി മാറുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ആൾക്കാർക്ക് ഭഗവാൻ എന്താണ്? ഗതി നൽകും. മനസ്സിലായില്ലേ? ഭഗവാൻ നമ്മൾക്ക് ഗതി നൽകും. ഇനി എന്താ? പൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി. അതുവരെ നമ്മൾ പഠിച്ചു അല്ലെ? ഇനി അവ്യയ പുരുഷ സാക്ഷി. അവ്യയ പുരുഷ സാക്ഷി. അവ്യയ എന്ന് പറഞ്ഞാൽ എന്താണ്? നാശമോ വികാരമോ ഇല്ലാത്തവൻ. നമ്മളൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യപ്പെടും. എന്തൊക്കെ പറഞ്ഞാലും കുറച്ചൊരു ദേഷ്യം വരും. ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മസിൽ പിടിച്ചിരുന്ന് ക്ഷമയുടെ നെല്ലിപ്പല കണ്ടാലും ശരി, ഒരു സമയം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിടന്നുറങ്ങുന്ന ഭർത്താവിനെ ഞോണ്ടി വിളിച്ചിട്ട് നമ്മൾ അവരോട് കുറ്റം പറയും. ഇല്ലെങ്കിൽ എന്നെ ഇത്രയും ടെൻഷനായിട്ട് നിങ്ങൾ കിടന്നുറങ്ങുന്നു എന്ന് പറയും. ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ മക്കളോട് ദേഷ്യപ്പെടും. ഇനി ഒന്നുമില്ലെങ്കിലോ നമ്മൾ കുറെ കോമഡി കണ്ട് ചിരിക്കും അല്ലെ? അങ്ങനെ ഇങ്ങനെ എന്തായാലും വികാരങ്ങൾ നമുക്കുണ്ട്. ഭഗവാനാണോ? എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ. ഭഗവാന് സങ്കടമില്ല, ദേഷ്യമില്ല, വെറുപ്പില്ല, വാശിയില്ല, വിദ്വേഷമില്ല, അസൂയയില്ല, ഒന്നുമില്ല. ഭഗവാൻ എന്താണ്? അവ്യയ. വികാരങ്ങളെയെല്ലാം നിയന്ത്രിച്ച്, വികാരങ്ങളെല്ലാം ഭഗവാന്റെ കാൽക്കടിയിലാണ്. നാശമില്ലാതെ തുടരുകയാണ് ഭഗവാൻ. ഭഗവാൻ ഒരിക്കലും നാശമില്ല. അച്യുതൻ. അച്യുതൻ ആരാണ്? ഭഗവാൻ. ഭഗവാന്റെ വേറൊരു പേര് അച്യുതൻ. അച്യുതൻ എന്ന് പറഞ്ഞാൽ എന്താ? ചുതി ഇല്ലാത്തവൻ. ചുതി എന്ന് പറഞ്ഞാൽ നാശം. അപ്പൊ നാശമില്ലാത്തവൻ, അതാണ് അവ്യയ എന്ന് പറയുന്നത്. അവ്യയ പുരുഷ സാക്ഷി. പുരുഷ എന്ന് പറഞ്ഞാൽ പുരത്തിൽ, അതായത് ശരീരത്തിൽ ശയിക്കുന്നവൻ അഥവാ ജീവാത്മാവായിരിക്കുന്നവൻ. നമ്മളുടെ ഉള്ളിലെല്ലാം ഭഗവാനുണ്ട്. പരമാത്മാവിന്റെ രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആത്മാവും പരമാത്മാവും കൂടിയാണ് അല്ലെ? ആത്മാവും ഉണ്ട്, പരമാത്മാവും ഉണ്ട്. പരമാത്മാവും ആത്മാവും സംയോജിക്കുമ്പോഴേ നമുക്ക് എന്താണ്? ഒരു ജീവൻ ലഭിക്കൂ. ക്ഷമിക്കൂട്ടോ, നെറ്റ് കട്ടാവുന്നതാണ്. അപ്പൊ ആത്മാവും പോയി പരമാത്മാവും പോയി കഴിഞ്ഞാൽ എന്തായി? നമ്മൾ ശവമായി. അപ്പൊ ഇവിടെ പറയുന്നു പുരത്തിൽ, അതായത് പുരം എന്ന് പറഞ്ഞാൽ ശരീരം. ആ ശരീരത്തിൽ ജീവാത്മാവായി ശയിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അതാണ് പറയുന്നത് പുരുഷ എന്ന് പറയുന്നത്. ശയിക്കുന്നവൻ, പുരൻ. പുരു എന്ന് പറഞ്ഞാൽ ശരീരം. ഇനിയോ പുരുഷ സാക്ഷി എന്ന് പറയുന്നുണ്ട്. സാക്ഷി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ദിവ്യജ്ഞാന ദൃഷ്ടിയാൽ വീട് 4 ഡോർ ഉണ്ടെങ്കിൽ 4 ഡോറും ക്ലോസ് ചെയ്തിട്ട് ഈ വീട്ടിന്റെ അകത്തിരുന്ന് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്താലും ഇത് ആരും അറിയുന്നില്ല എന്ന് വിചാരിക്കണ്ട. ഭഗവാൻ അറിയുന്നുണ്ട്. ഇനി എല്ലാം പോട്ടെ, ഹൃദയത്തിൽ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോ, അത് എന്റെ ഹൃദയത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിൽ വിചാരിക്കണ്ട. ഭഗവാൻ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സാക്ഷി. എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ളവൻ ഭഗവാനാണ്. തന്റെ ദിവ്യജ്ഞാന ദൃഷ്ടിയാൽ എല്ലാം കാണുന്നവൻ. അതുകൊണ്ടാണ് പറയുന്നത് പുരുഷ സാക്ഷി. പുരുഷൻ, പുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമാകുന്ന നമ്മുടെ ഈ ശരീരത്തിൽ പരമാത്മാവിന്റെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്നവനെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ക്ഷേത്രജ്ഞ എന്ന് പറഞ്ഞാല് ക്ഷേത്രത്തെ, അതായത് ശരീരത്തെ അറിയുന്നവൻ. നമ്മുടെ ശരീരം, നമ്മുടെ കൈ, നമ്മുടെ കാല് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ആ ശരീരത്തെ അറിയുന്നവൻ, അതാണ് ഭഗവാൻ. അക്ഷര. അക്ഷര എന്ന് പറഞ്ഞാൽ നാശം, നാശമില്ലാത്തവൻ. ക്ഷരം എന്ന് പറഞ്ഞാൽ നാശം. ഇവിടെ അക്ഷര എന്ന് പറയുന്നു. ക്ഷരം നാശമാണെങ്കിൽ അക്ഷര എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവൻ, അതാണ് ഭഗവാൻ. അപ്പോ പരിശുദ്ധമായിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന, പരിശുദ്ധമായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന, ശ്രേഷ്ഠമായിരിക്കുന്ന ആത്മാവോട് കൂടിയിരിക്കുന്ന ആ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ നമ്മള് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് മുക്തി ലഭിക്കുന്നു. ആ മുക്തി ലഭിക്കുന്ന നമ്മൾക്ക് എന്താണ് ചെയ്യുന്നത്? ഭഗവാൻ മോക്ഷം നൽകുന്നുണ്ട്. ആ ഭഗവാന് നാശമില്ല, വികാരമില്ല. ആ നാശവും വികാരവും ഇല്ലാത്ത ഭഗവാൻ, പുരം എന്ന് പറഞ്ഞാൽ ശരീരം, ആ ശരീരത്തിൽ ജീവാത്മാവിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. സ്ഥിതി ചെയ്തുകൊണ്ട് ശരീരത്തെ അറിഞ്ഞുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ദിവ്യജ്ഞാന ദൃഷ്ടിയാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ നാശമില്ലാതെ തുടരുകയാണ്. അതാണ് പൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവച. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതാണ് അതിന്റെ അർത്ഥം. ക്ലിയർ? ഇനി അടുത്തതെന്ന് പറഞ്ഞ യോഗോ. യോഗോ യോഗവിധാംനേധ. യോഗോ യോഗവിധാംനേധ പ്രധാന പുരുഷേശ്വര.
യോഗോ യോഗവിധാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. ക്ലിയർ? യോഗോ യോഗവിധാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ എന്ന് പറഞ്ഞാല് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കിക്കൊണ്ട്, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിക്കൊണ്ട് ജീവാത്മാവും പരമാത്മാവുമായിരിക്കുന്ന ഒരു ഐക്യമുണ്ട് ഇല്ലേ? ജീവാത്മാവ് വടക്കും പരമാത്മാവ് തെക്കും പോലെയല്ല. ജീവാത്മാവും പരമാത്മാവും ഐക്യത്തോടു കൂടിയാണ് നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ആ ഐക്യതയാണ് നമ്മൾക്ക് നല്ലത് ഏത് ചീത്ത ഏത് എന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മളോട് ആരോ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്ലിയർ? അപ്പോ അങ്ങനെയിരിക്കുന്ന ആ ഐക്യഭാവത്തെ പ്രാപിക്കുന്നതിനെയാണ് നമ്മൾ യോഗം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിനെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം അടക്കി ജീവാത്മാവും പരമാത്മാവുമായിട്ട് സംയോഗം ചെയ്തിട്ട് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള യോഗം കൊണ്ട് നമ്മൾക്ക് എന്താ ലഭിക്കുന്നത്? പ്രാപിക്കപ്പെടുകയാണെങ്കിൽ ഈ യോഗത്തിൽ ഈ ജീവാത്മാവും പരമാത്മാവും ഒന്നായിരിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിക്കൊണ്ട് മനസ്സിനെയെല്ലാം അടക്കിക്കൊണ്ട് ഈ യോഗത്തിൽ ഇരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ പ്രാപിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? ശാന്തിയും സമാധാനവും ലഭിക്കും. ഇവിടെ മനസ്സും നിയന്ത്രിക്കുന്നില്ല, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നില്ല, കണ്ടതും കേട്ടതെല്ലാം വാരി വലിച്ച് തിന്നണം. അയ്യോ വെജിറ്റേറിയൻ ആവാൻ നടക്കൂല, ഒരു മീനെങ്കിലും വേണം, ഒരു ഉണക്കമീനെങ്കിലും വേണം, ഒരു ചിക്കൻ വേണം. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. മാതാജി ക്ലാസ് പറഞ്ഞിട്ടുണ്ട് വല്ലവന്റെ കാര്യം അന്വേഷിക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ ഇനി ആരെ കാര്യത്തിലും തലയിടണില്ല എന്നും പറഞ്ഞ് റൂം അടച്ചിട്ട് ഇരുന്നാലും തൊട്ടപ്പുറത്ത് ഒരു കോളിംഗ് ബെല്ല് കേട്ടാൽ മതി, ആരോ വന്നിട്ടുണ്ട് അപ്പുറത്ത്. സ്വന്തം വീട്ടിൽ വന്ന ആരാന്ന് പോയി നോക്കിക്കേ. എന്നാൽ അപ്പുറത്തെ വീട്ടിൽ ഒരു ബെല്ലടിച്ചാലോ, അവിടെ ആരോ വന്നിട്ടുണ്ട്, ആരാ അത്, അവരേത് വണ്ടിയിലാ വന്നത്, എന്തിനാ വന്നത്? ഇതാണ് അവസ്ഥ. മനസ്സിലായില്ലേ? അപ്പുറത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഭയങ്കര ധൃതിയാ. അത് ഈ പവർ കട്ടിന്റെ സമയത്ത് അറിയാലോ നമുക്ക്. നമ്മളെ വീട്ടിൽ കറണ്ട് പോയാൽ ആദ്യം നോക്കില്ല അപ്പുറത്തെ വീട്ടിൽ അവിടെ കറണ്ട് ഉണ്ടോ നോക്കാം. അപ്പൊ അതേപോലെ നമുക്ക് അറിയേണ്ടത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ. സ്വന്തം കുടുംബത്തില് സ്വന്തം ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇതെങ്ങനെ ദൂരീകരിക്കും, ഇതല്ല ചിന്ത. അതാണ് എന്താ പറയണത്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കണം. നമുക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയാൻ ഒരു താല്പര്യമില്ല, പറയാനും താല്പര്യമില്ല. എന്തിനാ അത്? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടല്ലോ. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. ഒരു ബ്ലഡ് റിസൾട്ട് ചെയ്താൽ മതി, ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ ശരീരത്തിനുള്ളിലുണ്ടാവും. അതുപോലും ചിന്തിക്കാതെ വല്ലവന്റെ കാര്യം അന്വേഷിച്ച് എന്തിനു നടക്കണേ? തൊട്ടപ്പുറത്തെ വീടോ അല്ലെങ്കിൽ 4 വീടിന്റെ അപ്പുറത്തുള്ള പെണ്ണിന് ക്യാൻസർ ആണെങ്കിൽ അതൊരു 10 പേരോട് പറഞ്ഞാൽ സന്തോഷമാണ്. പക്ഷെ ആ വന്നിരിക്കുന്ന ആ വ്യക്തിയുടെ മാനസികാവസ്ഥയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെ നമുക്ക് വരില്ല എന്ന് ഉറപ്പില്ലല്ലോ. അപ്പൊ ഇന്ദ്രിയങ്ങളെ ആദ്യം അടക്കുക. ഏതാ ഇന്ദ്രിയങ്ങള്? നോൺ വെജ് കഴിക്കണം, രുചികരമായ ഭക്ഷണം കഴിക്കണം, വീട്ടിലുണ്ടാക്കിയില്ലെങ്കിലും സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് വാങ്ങണം, ഹോട്ടലിൽ പോയി കഴിക്കണം, ഇങ്ങനെയുള്ള അല്ലെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കറി എന്താണോ അത് വേണം, നല്ല മണം പിടിച്ച് അങ്ങോട്ട് ചെല്ലും, എന്നിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള നാവിന്റെ രുചിയെ ഒന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെയോ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഈ ചെവിയോർത്ത് പാർത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അതും അങ്ങോട്ട് കൺട്രോൾ ചെയ്യുക. നാവിന്റെ രുചി മാത്രമല്ല, നാവ് കൊണ്ട് മറ്റുള്ളവരെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ അങ്ങോട്ട് കൺട്രോൾ ചെയ്ത് വെക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക. എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം കിട്ടിയാൽ മതി, പിന്നെ അതങ്ങോട്ട് ചിന്തിച്ചങ്ങോട്ട് വഷളാക്കി, എന്താ പറയാ, തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് തുടങ്ങിയ പോലെയാ. ചിന്തകൾ ഇങ്ങനെ പോവാ, എവിടെയോ പോവാ, എന്തൊക്കെയോ. അവസാനം ഒരു എന്താ പറയാ, പത്മരാജൻ സാറും ലോഹിത സാറും ഒക്കെ മാറിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കും. മനസ്സുകൊണ്ട് സ്വയം അങ്ങോട്ട് കഥ എഴുതുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തെ വെല്ലുന്ന തിരക്കഥകളായിരിക്കും എഴുതി കൂട്ടുന്നത്. ഇതൊന്നും വേണ്ട. ശാന്തിയും സമാധാനവും കൊണ്ടുവരിക ജീവിതത്തിൽ. മനസ്സിനെ അങ്ങോട്ട് നിയന്ത്രിക്കുക, സ്വസ്ഥമാവുക, സ്വയം ഇരുന്ന് ചിന്തിക്കുക. അവനവനുള്ള കുറവുകൾ അറിയാലോ, ഇഷ്ടം പോലെ കുറവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാനും അടക്കമുള്ള വ്യക്തികൾക്ക് എന്തുമാത്രം കുറവുകളുണ്ട് അത് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിനെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ജീവാത്മാവും പരമാത്മാവും കൂടി സംയോഗം ചെയ്തിരിക്കുന്ന ഭഗവാൻ എന്ന് പറയുന്ന സത്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുചെന്ന് എത്തിക്കുക. അപ്പൊ നമുക്ക് ശാന്തിയും സമാധാനവും തനിയെ വരും. അല്ലാണ്ട് നമ്മൾ കുറെ മൊബൈൽ എടുത്ത് റീൽസ് കണ്ടിട്ടോ മറ്റുള്ളവരെല്ലാം സുഖമായിരിക്കുന്നത് എനിക്ക് സമാധാനമില്ല, ഈ സമാധാനം റേഷൻ കടയിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല, സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് സ്വയം ഉണ്ടാക്കിയെടുക്കുക. ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, കുട്ടികൾ നല്ല രീതിയിൽ നോക്കുന്നില്ലേ, ഹസ്ബൻഡ് നോക്കുന്നില്ലേ, സ്നേഹിക്കുന്നില്ലേ, കുടുംബത്ത് പ്രശ്നങ്ങളാണോ, പൈസ ഇല്ലേ, വീടില്ലേ, ഇഷ്ടം പോലെ ദുരിതങ്ങൾ, ഇതൊക്കെ എല്ലാവരും അനുഭവിക്കുന്നതാണ്. കുറെ തെറിവിളി കേൾക്കേണ്ടി വരുന്നോ,
അയ്യോ ഒരു കുഴപ്പമില്ലെന്നേ, പറയുന്നവര് പറയട്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മനോഭാവത്തോടു കൂടി ശാന്തിയോടെ സമാധാനത്തോടെ ഇന്ന് മനസ്സിനെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാം. അപ്പൊ തന്നെ സമാധാനം ജീവിതത്തിൽ വരും. മനസ്സിലായില്ലേ? എല്ലാത്തിനോടും പ്രതികരിച്ചിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം നമ്മൾ അങ്ങ് നിയന്ത്രിച്ചിട്ട് ഭഗവാനോട് കൂടി സംയോഗം ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഉള്ള ആ ഭഗവാനെ നമുക്ക് നമസ്കരിക്കാൻ പഠിക്കണം. മനസ്സിലായോ? യോഗവിധാം നേധ. യോഗവിധാം നേധ എന്ന് പറഞ്ഞാൽ യോഗത്തെ അറിഞ്ഞു ശീലിക്കുന്നവരുടെ നേതാവാണ് ഭഗവാൻ. ആ യോഗം നമ്മളാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഭഗവാനല്ല കേട്ടോ. ആ യോഗം നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഭഗവാനിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് യോഗത്തിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കുന്ന ആ യോഗം നമ്മൾ പരിശീലിച്ചാൽ, യോഗയല്ല യോഗം, ആ ഒരു സ്നേഹം, ഭഗവാനോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് കുറെ കൈനിറച്ച് ഭഗവാൻ കൊണ്ടു കൊടുക്കുന്നല്ല. ഭഗവാന്റെ ഒരു വ്യക്തി സ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ചുകൊണ്ട് നാമം ജപിക്കുന്ന ആ മനസ്സിന്റെ അവസ്ഥയെ കൺട്രോൾ ചെയ്തിട്ട് നാമജപത്തിൽ മാത്രം ഒഴുകിയിട്ട് ഒരു കാര്യത്തിലും പോയി തലയിടാതെ ആരെക്കുറിച്ചും ഒന്നും പറയാതെ ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അതൊരു യോഗമാണ്. ആ യോഗത്തെ പരിശീലിക്കുന്നവരുടെ നേതാവാണ് ആര്? ഭഗവാൻ കൃഷ്ണൻ. ആ യോഗത്തെ പരിശീലിക്കുന്നവരുടെ നേതാവാണ് ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ടാണ് യോഗവിധാം നേത എന്ന് പറയുന്നത്. ആ യോഗത്തെ പരിശീലിക്കുന്നവരുടെ നേതാവായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ പ്രധാന പുരുഷേശ്വര. ഓക്കെ, യോഗോ യോഗവിധാം നേത പ്രധാന പുരുഷേശ്വര. ആരാ പ്രധാന പുരുഷേശ്വരൻ എന്ന് പറയുന്നത്? പ്രധാനം, അതായത് പ്രകൃതിയുടെയും പുരുഷൻ, അതായത് ജീവന്റെയും അധീന ശക്തിയുള്ളവൻ. ഈ പ്രകൃതിയുടെ ഓണർ ആരാ? ഭഗവാനാണ്. പ്രകൃതിയുടെ പുരുഷൻ അത് ഓണറാണ്, ഭഗവാനാണ്. ജീവന്റെ ഓണർ ആരാ? സ്വന്തം ജീവൻ ആത്മഹത്യയിലൂടെ എടുക്കാൻ ഒരു അധികാരവും ആർക്കില്ല. നിങ്ങൾ ചോദിച്ചിട്ടാണോ ഈ ജീവൻ ഭഗവാൻ നിങ്ങൾക്ക് തന്നത്? അല്ല. ആവശ്യപ്പെട്ടോ നിങ്ങൾ ഭഗവാനെ എനിക്ക് ഇങ്ങനെ ഒരാളായിട്ട് ജനിക്കണം കേട്ടോ? ഇല്ല. ഭഗവാന്റെ തീരുമാനം, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചെയ്തികൾക്ക് അനുസരിച്ച് ഭഗവാന്റെ തീരുമാനത്തിലാണ് നമുക്ക് ഈ ജീവൻ ലഭിച്ചിരിക്കുന്നത്. അത് ഭഗവാൻ എടുക്കുന്ന സമയം അദ്ദേഹം എടുത്തോളൂ. നമ്മളാരും ആത്മഹത്യ ചെയ്ത് എടുപ്പിക്കണം. ആത്മഹത്യ ചെയ്താൽ എന്താ സംഭവിക്കുക? 45-ാമത്തെ വയസ്സിലാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ആ 45 വയസ്സ് വരെ എന്തെല്ലാം അനുഭവിച്ചോ അതെല്ലാം വീണ്ടും തിരിച്ച് ജീവിച്ചിട്ട് ജനിച്ചിട്ട് വീണ്ടും അനുഭവിക്കണം. എന്തിനാ ഇരട്ടി ഭാരം തലയിൽ ചുമക്കണേ? 45 വയസ്സ് വരെ അനുഭവിച്ചില്ലേ, ഇനി കുറച്ച് കാലമല്ല, അതും കൂടി അനുഭവിച്ചിട്ട് അങ്ങോട്ട് പോകാം. അപ്പൊ മോക്ഷം കിട്ടും. മനസ്സിലായില്ലേ? തലയിൽ ഭാരവും വെച്ചുകൊണ്ട് നമ്മൾ ശബരിമലയ്ക്ക് പോറില്ലേ, ഇരുമുടിക്കെട്ടും വെച്ചിട്ട്, അതും ഒരു ഭാരമാണ്, ഇരുമുടിക്കെട്ടാണ്. നമ്മുടെ സമസ്ത ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം ശരീരത്തിൽ ചുമന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇരുമുടിക്കെട്ടുമായിട്ട് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. അപ്പൊ ആ സ്വാമിയെ കാണുന്നത് ശബരിമല വരെയല്ല, ഹൃദയം കൊണ്ട് കാണാൻ പഠിക്കണം നമ്മൾ. മനസ്സിലായില്ലേ? ഭഗവാനെ നമ്മൾ ഹൃദയം കൊണ്ട് കാണണം. എല്ലാ ഭാരങ്ങളും നമ്മൾ തലയിലേറ്റിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തിന്? ആ യാത്രയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ യാത്ര, ആ തലയിൽ ചുമക്കുന്ന ഭാരമാണ് നമ്മളുടെ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ. അതെല്ലാം അവിടെ പോയിട്ട് നെയ്ത്തേങ്ങ, നെയ്യിൽ ഉരുകാണ്. നെയ്യിൽ ഇങ്ങനെ ആ നെയ്യ് എന്താണ്? നമ്മുടെ കണ്ണീര്, ദുഃഖം, പ്രയാസങ്ങൾ എല്ലാം ഭഗവാൻ മുമ്പിൽ ഉരുക്കി സമർപ്പണം നടത്തുകയാണ്. ഒരു മെഴുകുതിരി ഉരുകിയിട്ട് സ്വയം വെളിച്ചമാവുന്നത് പോലെ അതെല്ലാം ഉരുകി ഒലിച്ച് തീർന്ന് നമ്മൾ ഭഗവാനെ കണ്ട് മോക്ഷം വാങ്ങി ഇറങ്ങാണ്, ആ മല ഇറങ്ങി വരികയാണ്. അപ്പൊ അതാണ് ജീവിതം എന്ന് പറയുന്നത്. ആ ദുരിതപൂർണമായിരിക്കുന്ന മലകയറ്റമാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിൽ കല്ലും മുള്ളും കാലിനും എത്താ, അല്ലെ? ആ ജീവിതത്തിലെ കല്ലും മുള്ളുമാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതെല്ലാം കാലിനും എത്തയായിരിക്കണം. ഇതെല്ലാം താണ്ടിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ് മോക്ഷം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ആ മോക്ഷമാണ് നമ്മുടെ ജീവിതയാത്ര എന്ന് പറയുന്നത്. ആ ജീവിതയാത്രയിലേക്ക് നമ്മൾ എത്തി ഭഗവാനെ മണിക്കൂറുകളോളം സന്നിധാനത്ത് മുതൽ എല്ലായിടത്തും ലൈൻ നിന്ന് ഭഗവാനെ കണ്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഭഗവാനെ കണ്ട് ശാന്തി അടയാണ്. പിന്നെയും നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഒരു വട്ടം മലയ്ക്ക് പോയവൻ അടുത്ത വർഷവും പോകണം. അതാണ് അവന്റെ ചിന്ത. അപ്പൊ അങ്ങനെ ഒരു മനസ്ഥിതിയുള്ള നമ്മൾ ഈ ജീവിതമാകുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത്. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ധൈര്യപൂർവ്വം ഫേസ് ചെയ്യണം. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചിട്ട് ഭഗവാനെ നമ്മൾ മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മുടെ ജീവിതത്തെ എത്തിക്കണം. അല്ലാണ്ട് പാതി വഴിയിൽ ആത്മഹത്യ ചെയ്തു പോകാൻ രക്ഷപ്പെടുന്നില്ല, അവൻ തിരിച്ചു വരും. ഇതേ ലോകത്തിലേക്ക് അവൻ തിരിച്ചു വരും. അപ്പൊ ആ അവസ്ഥയ്ക്ക് എന്തിനാ പോണത്? അങ്ങനെയുള്ള യോഗത്തെ അറിഞ്ഞു ശീലിക്കുന്നവരുടെ നേതാവായിരിക്കുന്ന ഭഗവാൻ, പ്രകൃതിയുടെയും പുരുഷനായിരിക്കുന്ന ഭഗവാൻ, അതായത് ജീവന്റെ അധീന ശക്തിയുള്ളവൻ, ഈ ജീവന്റെ ഓണറായിരിക്കുന്ന ഭഗവാൻ നാരസിംഹവഭൂ. അടുത്തത് എന്താണ്? അവ്യ പുരുഷ യോഗോ യോഗവിധാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവഭൂ. നാരസിംഹവഭൂ എന്ന് പറഞ്ഞാൽ നരസിംഹത്തിന്റെ രൂപം പൂണ്ടവൻ.
അല്ലെ? ഈ ഭഗവാൻ, ഈ കൃഷ്ണൻ തന്നെ ഓടക്കുഴലൊക്കെ ഊതി വിളിച്ച് നമ്മളിങ്ങനെ കളിപ്പിച്ചും ചിരിപ്പിച്ചും ഗോപാലനായിരിക്കുന്ന ഈ കൃഷ്ണൻ, ഉണ്ണിക്കണ്ണനായി വെണ്ണ വാരി തിന്നുന്ന ഈ കൃഷ്ണൻ, യശോദാമയെ നാട് മുഴുവൻ ഓടിച്ച കൃഷ്ണൻ, ഗോപികമാരുടെ തുണിയെല്ലാം മോഷിച്ച് അവരെ ലീല കളിച്ച് സന്തോഷിപ്പിച്ച കൃഷ്ണൻ, ഈ ലീലകളെല്ലാം ആടിയ ഈ ഭഗവാൻ എന്താ? നരസിംഹ രൂപം എടുത്തിട്ടുണ്ട്. നാരസിംഹ ബബു, നരസിംഹത്തിന്റെ മൃഗമല്ല, നരനല്ല, നരിയല്ലാത്ത രൂപം ഭഗവാൻ എടുത്തിട്ടുണ്ട്. ആ നരസിംഹത്തിന്റെ രൂപം എടുത്ത ഭഗവാൻ ശ്രീമാൻ, അടുത്ത എന്താണ്? നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. ശ്രീമാൻ, ശ്രീ ഭഗവതിയുടെ വാസസ്ഥാനമായവൻ. ഭഗവതി എവിടെയാണുള്ളത്? ഭഗവാന്റെ വക്ഷസ്ഥാനത്ത്, അല്ലെ? ശ്രീ ലക്ഷ്മി എവിടെയാ ഇരിക്കുന്നത്? ഭഗവാന്റെ വക്ഷസ്ഥാനത്ത്. അതാണ് ശ്രീമാൻ, ശ്രീ ഭഗവതിയുടെ വാസസ്ഥാനമായവൻ. കേശവൻ, കേശവൻ എന്ന് പറഞ്ഞാൽ സുന്ദരമായ കേശത്തോട് കൂടിയവൻ. കേശം എന്ന് പറഞ്ഞാൽ മുടി. ഭഗവാന്റെ മുടി ഭയങ്കര ഭംഗിയാണ്, സുന്ദരമായ കേശത്തോട് കൂടിയവൻ. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ആരുടെ അധീനതയിലിരിക്കുന്നുവോ അവൻ കേശി എന്ന അസുരനെ കൊന്നവനാണ്. ഭഗവാനെ കേശവൻ എന്ന് വിളിക്കുന്നത് സുന്ദരമായ കേശത്തോട് കൂടിയവനാണ്, കേശി എന്ന അസുരനെ കൊന്നവനാണ്, കാരണജലത്തിൽ പള്ളി കൊള്ളുന്നവനാണ്. അല്ലെ? നമ്മൾ പഠിച്ചിട്ടില്ലേ? ക്ലാസ് എടുക്കുന്ന ആദ്യകാലങ്ങളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലെന്താ പറഞ്ഞത്? എന്താ പഠിപ്പിച്ചത്? കാരണോദകശായിയായ ഭഗവാൻ, ക്ഷീരോദകശായിയായ ഭഗവാൻ. പഠിച്ചിട്ടില്ലേ? അത് ഓർമ്മയില്ലേ? ആർക്കും ഓർമ്മയുണ്ട്? എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും അത് പിന്നീട് വീണ്ടും എടുത്തുതരാം. കാരണജലത്തിൽ ക്ഷയിക്കുന്ന ഭഗവാൻ, ആ ഭഗവാനെയാണ് നമ്മൾ കേശവൻ എന്ന് പറയുന്നത്. ഗർഭോദകശായിയായ ഭഗവാൻ, കാരണോദകശായിയായ ഭഗവാൻ, ക്ഷീരോദകശായിയായ ഭഗവാൻ. ഭഗവാൻ 3 രീതിയിൽ വന്ന് വസിക്കുന്നുണ്ട്, അല്ലെ? എല്ലാം ഗർഭത്തിൽ കൊണ്ട് നടക്കുകയാണ് ഭഗവാൻ. ഗർഭോദകശായിയായ ഭഗവാൻ, ആ ഗർഭത്തിലാണ് സമസ്ത ജീവജാലങ്ങളും ഉള്ളത്. ആ ഗർഭോദകശായിയായ ഭഗവാന്റെ ഗർഭത്തിൽ നിന്ന്, നാഭിയിൽ നിന്നൊരു താമരത്തണ്ട് വന്ന് ആ താമരത്തണ്ടിൽ ഇരിക്കുന്ന ബ്രഹ്മദേവനാണ് നമ്മുടെ ആദ്യത്തെ ജീവാത്മാവ്. ആ ബ്രഹ്മദേവൻ, അല്ലെ? സൃഷ്ടി നടത്താൻ വേണ്ടി ബ്രഹ്മദേവൻ വന്നിരിക്കുകയാണ്. അങ്ങനെ സൃഷ്ടി നടത്തുന്ന എല്ലാ സൃഷ്ടികളെയും ആരാ നിലനിർത്തുന്നത്? കാരണജലത്തിൽ ഇരിക്കുകയാണ് ഭഗവാൻ. ഭഗവാൻ ഇങ്ങനെ പള്ളികൊള്ളുകയാണ്. കാരണജലത്തിൽ കടന്നുകൊണ്ട് ഭഗവാൻ സൃഷ്ടി നടത്താനുള്ള ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ആ ഓർഡർ കൊടുത്ത് സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ ക്ഷീരോദകശായിയായ, ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല്, പാൽക്കടലിൽ പള്ളികൊള്ളുന്ന നമ്മുടെ അനന്തപത്മനാഭസ്വാമി ഭഗവാൻ എന്ത് ചെയ്യുന്നു? സ്ഥിതി നടത്തുകയാണ്, എല്ലാവരെയും നിലനിർത്തുകയാണ്. അതാണ് ഗർഭോദകശായിയായ ഭഗവാൻ, കാരണോദകശായിയായ ഭഗവാൻ, ക്ഷീരോദകശായിയായ ഭഗവാൻ. മനസ്സിലായി? അത് പിന്നീട് ഞാൻ വേറെ ക്ലാസ്സിൽ എടുത്തരാം. ഓർമ്മയുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കേശവൻ എന്ന് വിളിക്കുന്നു. അതാണ് അർത്ഥം. മനസ്സിലായോ? അപ്പോ യോഗോ യോഗവിധാം നേത പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. ഓക്കെ, ഇനി അടുത്തത് സർവശർവ. സർവശർവഹ ശിവസ്ഥാണൂർ. സാറില്ലേ മാതാജി? വീണ്ടും ഞാൻ എടുത്തരും, വേദിക് കോസ്മോളജി ക്ലാസ് എടുക്കുമ്പോൾ എടുത്തരും. സർവശർവ ശിവസ്ഥാണൂർ ഭൂതാധിർ ഭൂതാധിർ നിധിരവ്യയ. ഭൂതാധിർ നിധിരവ്യയ. സംഭവോ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവഃ പ്രഭൂരീശ്വര. ഓക്കെ, സർവശർവ ശിവസ്ഥാണൂർഭൂതാധിർ നിധിരവ്യയ. ഭൂതാധിർ നിധിരവ്യയ. സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭൂരീശ്വര. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർവപദാർത്ഥങ്ങളുടെയും ഉദ്ഭവസ്ഥിതി നാശങ്ങൾക്ക് സ്ഥാനമായിട്ടുള്ളവൻ. എല്ലാം ഉണ്ടാവുന്നതും ഭഗവാനിൽ നിന്നാണ്, എല്ലാം ഭഗവാനിലേക്കാണ് ലയിച്ചു ചേരുന്നതും. സർവപദാർത്ഥങ്ങളും സർവ ജീവജാലങ്ങളും എല്ലാം തുടക്കമിടുന്നത് ഭഗവാനിൽ നിന്ന്, സർവവും സംഹരിക്കപ്പെടുന്നതും ഭഗവാനിലേക്കാണ്. അതാണ് സർവ. ശർവ, അടുത്തത് ശർവ, സകലത്തിനെയും നശിപ്പിക്കുന്നവൻ. പ്രളയകാലം, 4 യുഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രളയം വന്ന ആ പ്രളയജലത്തിൽ എല്ലാം മുങ്ങിപ്പോവും. ഈ ഭൂമി അടക്കം മുങ്ങിപ്പോയിട്ട് എല്ലാം ഭഗവാനിലേക്ക് പോവും. അപ്പൊ എല്ലാം ഭഗവാനിലേക്ക് തന്നെയാണ് ലയിച്ചു ചേരുന്നത്. അതാണ് സകലത്തിനെയും നശിപ്പിക്കുന്നവൻ. ആരാ? ഭഗവാൻ.
ശിവഹ. അടുത്താണ് ഗുണത്രയ വിമുക്തനായിരിക്കുന്നവൻ. ഗുണത്രയ വിഭാഗത്തിന്റെ ഒരു ക്ലാസ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഗുണത്രയ വിമുക്തനായിരിക്കുന്നവൻ, ഗുണതവും ഇല്ല ദോഷവും ഇല്ല, അതിൽ നിന്നൊക്കെ പുറത്താണ് ഭഗവാൻ, എല്ലാത്തിനെയും അതിജീവിച്ചിരിക്കുകയാണ് ഭഗവാൻ. സ്ഥാണു, അതായത് സ്ഥിരമായിരിക്കുന്നവൻ. ഭഗവാൻ മാത്രമാണ് സ്ഥിരതയുള്ളത്. ഏത് മനുഷ്യന്റെ സ്വഭാവം ഏത് സമയത്തും മാറും, പക്ഷെ ഭഗവാൻ ഒരിക്കലും ചേഞ്ച് ആവില്ല. അതാണ് സ്ഥാണു, സ്ഥിരനായിരിക്കുന്നവൻ. ഭൂതാധി എന്ന് വെച്ചാൽ സർവഭൂതങ്ങളുടെയും ആദി കാരണമായിരിക്കുന്നവൻ. എല്ലാ ഭൂതങ്ങൾക്കും കാരണം ആരാണ്? ഭഗവാനാണ്. സർവ്വതിനും കാരണമായിരിക്കുന്ന ആ ഭഗവാൻ. അവ്യയനിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രളയകാലം വന്നു കഴിഞ്ഞാല് സകല വസ്തുക്കളെയും നിദാനം ചെയ്യുന്നതിനാൽ നിധി, നാശമില്ലാത്തവൻ എന്ന് പറയുന്നു. സർവവും ഭഗവാനിലേക്ക് തന്നെയാണ് പോകുന്നത്, അല്ലെ? പ്രളയജലം വരുന്ന സമയത്ത് സർവവും ഭഗവാനിലേക്ക് പോകുന്നു. അവ്യയനിധി, എല്ലാം ഭഗവാനിലേക്ക് പോവാണ്. അത് സംരക്ഷിക്കപ്പെടുവാണ്. എപ്പോഴും സംരക്ഷിക്കപ്പെടുന്ന ആ അമൂല്യമായ സ്വത്തിന് എന്താ നമ്മൾ പറയാ? നിധി എന്ന് പറയും. അപ്പൊ ആ നിധി ഇവിടെ ആരാണ്? ഭഗവാനാണ്. സംഭവ, അതായത് ഉത്തമമായിരിക്കുന്ന ജന്മത്തോടു കൂടിയവൻ. ഭഗവാന്റെ ജന്മം ഉത്തമമായിരിക്കുന്ന ജന്മമാണ്. ഭഗവാൻ തുടക്കവും ഇല്ല ഒടുക്കവും ഇല്ല. അതുകൊണ്ട് അത്യുത്തമമായിരിക്കുന്ന ആ ഭഗവാൻ. ഭാവന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലങ്ങളെയും നൽകുന്നവൻ. എല്ലാ ഫലങ്ങളെയും ദാനമായി ഭഗവാൻ നമുക്ക് നൽകും. ഭഗവാനോട് നമ്മൾ കാശ് കൊടുത്തിട്ടാണോ സുഖവും സന്തോഷവും വാങ്ങുന്ന? ഒരിക്കലും ഇല്ല. ഭഗവാൻ ദാനമായി നൽകുകയാണ് നമുക്കെല്ലാം. ഈ ജീവിതം തന്നെ അദ്ദേഹം നൽകിയ ദാനമാണ്, അല്ലെ? ഈ കാഴ്ച, ഈ സംസാരം, ഈ കേൾവി, ഈ ചിന്ത, ഈ വീട്, ഈ എല്ലാം എന്തോ ആവട്ടെ, എല്ലാം ദാനമായി നൽകണം. കൃഷ്ണ ഗുരുവായൂരപ്പ എന്റെ ദുരിതം എന്ന് മാറുന്ന ഒരിക്കലും ചോദിക്കരുത്. ആ ദുരിതം എന്ന് പറയാനുള്ള വാക്കിനുള്ള അറിവ് പോലും തന്നിരിക്കുന്ന ഭഗവാനാണ്. ആ ചോദിക്കാനുള്ള നാവ് തന്നിരിക്കുന്ന ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ തരാത്തതായിട്ട് ഒന്നുമില്ല. നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്നതിനുള്ള രീതിയാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സകലതും, ഈ ജീവിതം തന്നെ ഭഗവാന്റെ ദാനമാണ്. അതിനെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹത്തോട്. എപ്പോഴും നന്ദിയോടുകൂടി ഇരിക്കുക. മനസ്സിലായില്ലേ? ഭർത്ത എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ. പ്രപഞ്ചത്തെ, ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നത് ആരാ? ഭഗവാനാണ്. അതാണ് ഭർത്ത എന്ന് പറയുന്നത്. സർവ ശർവ ശിവസ്ഥാണൂർ ഭൂതാധിർ നിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത. ഈ ലോകത്തെ ഭരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ ഭർത്ത എന്ന് പറയുന്നത്. പ്രഭവ, ഭർത്ത കഴിഞ്ഞാൽ പ്രഭവ പ്രഭൂരീശ്വര. പ്രഭവ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവഭൂതങ്ങളുടെയും ഉത്ഭവസ്ഥാനം, പ്രഭവസ്ഥാനം. അതാണ് പ്രഭവ എന്ന് പറയുന്നത്. ആ പ്രഭവത്തെ, അതും പ്രഭാവം തുടങ്ങുന്ന എവിടുന്നാണ്? സ്റ്റാർട്ടിങ് എവിടുന്നാണ്? ഭഗവാനിൽ നിന്ന്. അപ്പൊ ഉത്ഭവസ്ഥാനമായിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. പ്രഭു, അതായത് പ്രഭവ പ്രഭു, എല്ലാ ക്രിയകളിലും അതിയായ സാമർഥ്യമുള്ളവൻ. നമ്മൾ പറയും മനുഷ്യന്മാരെ കാണിച്ചിട്ട് ഭയങ്കര സാമർഥ്യം എന്ന് പറയും. അതിനേക്കാൾ സാമർഥ്യമാണ് ഭഗവാൻ. ഭഗവാന്റെ ഓരോ ലീലകൾ ഭാഗവതത്തിന്റെ ദശമസ്കന്ധം എടുത്ത് വായിച്ചാൽ അറിയാൻ പറ്റും. അദ്ദേഹം നല്ല സാമർഥ്യത്തോടെയാണ് ഓരോ കാര്യവും ചെയ്തിരിക്കുന്നത്. ഭയങ്കര സാമർഥ്യത്തോടെ, ഭയങ്കര ടാലന്റ് ആയിട്ടാണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത്. ആ ഭഗവാൻ അറിയാം നമ്മൾക്ക് തരേണ്ട കാര്യങ്ങൾ. നമ്മൾ എത്ര ജന്മം പ്രാർത്ഥിച്ചാലും അത് കിട്ടേണ്ട സമയമാകുമ്പോഴേ അത് കിട്ടും. എത്ര തലകുത്തി നിന്നിട്ടും കാര്യമില്ല. നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് നമ്മൾക്ക് കൃത്യമായ സമയത്തെ ഭഗവാൻ നൽകും. അല്ലാത്ത ഒരു സമയത്തും ഭഗവാൻ അത് നമുക്ക് നൽകില്ല. നമുക്കൊരു അനുഗ്രഹം ഭഗവാൻ തരുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹം നിലനിർത്താൻ ഭഗവാൻ അറിയാം. അത് നിലനിർത്തപ്പെടും എന്ന് ഉറപ്പുള്ള സമയത്തെ ഭഗവാൻ നമുക്ക് തരും. അതിനുവേണ്ടി നമ്മൾ ഒരു അട്ടഹാസവും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും പ്രാർത്ഥിക്കേണ്ട. അദ്ദേഹത്തിന് അറിയാം നമുക്ക് ഏത് സമയത്ത് എന്ത് വേണം എന്നുള്ളത്. ഓക്കെ, ഇനിയോ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭൂരീശ്വര. ഈശ്വര എന്ന് പറഞ്ഞാൽ എന്താണ്? ഐശ്വര്യത്തോടു കൂടിയവൻ, നിരുപാധികമായിരിക്കുന്ന ഐശ്വര്യത്തോടു കൂടിയവനെ നമ്മൾ ഈശ്വര എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ സർവമായിരിക്കുന്ന എല്ലാ ജീവാത്മാക്കളുടെയും ഉത്ഭവസ്ഥിതിക്ക്, നാശങ്ങൾക്ക് സ്ഥാനം നൽകുന്നത് ആരാ? എല്ലാ ജീവാത്മാക്കളും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഭഗവാനിലേക്കാണ്. സകലമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പ്രളയകാലത്ത് നശിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഗുണത്രയ വിമുക്തനായിരിക്കുന്നവനാണ് ഭഗവാൻ. സ്ഥിരനായിരിക്കുന്നവനാണ് ഭഗവാൻ. എല്ലാ ഭൂതങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഭഗവാനിൽ നിന്നാണ്. എല്ലാ ജീവാത്മാക്കളും തുടങ്ങുന്നത് ഭഗവാനിൽ നിന്നാണ്. എല്ലാ ജീവാത്മാക്കളെയും അവസാനിപ്പിക്കുന്നതും ഭഗവാനിലേക്ക് തന്നെയാണ്. ഉത്തമമായ ജന്മത്തോടു കൂടിയിരിക്കുന്നവനാണ് ഭഗവാൻ. എല്ലാ ഫലങ്ങളെയും നമുക്ക് ദാനം, ആരോഗ്യം മുതൽ എല്ലാം ദാനമായി നൽകുന്നത് ഭഗവാനെയാണ്.
ആ ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഈ ജീവാത്മാക്കളുടെ എല്ലാം സ്റ്റാർട്ടിങ് തുടക്കം ഭഗവാനിൽ നിന്നാണ്. എല്ലാ കാര്യങ്ങൾ ഭഗവാൻ ചെയ്യുമ്പോഴും വളരെ തീക്ഷ്ണതയോടുകൂടി സാമർത്ഥ്യത്തോടുകൂടി ചെയ്യുന്നതും ഭഗവാനാണ്. അങ്ങനെ നിരുപാധികമായിരിക്കുന്ന ഒരിക്കലും നശിക്കാത്ത ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ ഈശ്വര എന്ന് വിളിച്ചു പ്രണമിക്കുന്നു. അതാണ് ആ ഒരു ലൈൻ്റെ അർത്ഥം. മനസ്സിലായോ? സർവശവ ശിവസ്ഥാണോർ ഭൂതാതിർനിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭൂരീശ്വര. ഓക്കെ, മനസ്സിലായോ? ഇതാണ് ആ വരിയുടെ അർത്ഥം. ഇനി നമ്മൾ ഒരു ലൈനും കൂടി എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ബാക്കി നാളെ എടുക്കാം. ഓക്കെ. സ്വയംഭൂ ശംഭുരാരാധ്യ, സ്വയംഭൂ ശംഭുരാരാധ്യ പുഷ്കരാക്ഷോ മഹാസ്വന. സ്വയംഭൂ ശംഭുരാരാധ്യ പുഷ്കരാക്ഷോ മഹാസ്വന. അനാദിനിധനോ ദാധ വിധാധ ധാതുരുത്തമ. വായിക്കാൻ കിട്ടിയോ? സ്വയംഭൂ ശംഭുരാരാധ്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ദാധ വിധാധ ധാതുരുത്തമ. ക്ലിയർ? സ്വയംഭൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ഉണ്ടായിരിക്കുന്നത്, തന്നെത്താൻ ഉണ്ടായിരിക്കുന്നത്. ഭഗവാന് അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് ഇല്ല. ഭഗവാൻ എങ്ങനെ ഉണ്ടായത് നമുക്കറിയില്ല. സ്വയംഭൂ ആണ് ഭഗവാൻ. ഓക്കെ. ശംഭു അതായത് ഭക്തന്മാർക്ക് സുഖം നൽകുന്നവനെയാണ് ശംഭു എന്ന് വിളിക്കുന്നത്. ആദിത്യ അതായത് ആദിത്യ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ അഥവാ ഭൂമിയുടെ പതി. ഇനി അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഥിയുടെ പതിയാണ് ഭഗവാൻ. ഈ ഭൂമിയുടെ ഭർത്താവാണ് ഭഗവാൻ. ദേവിയുടെ പതിയാണ് ഭഗവാൻ. 12 ആദിത്യന്മാരിൽ വിഷ്ണു എന്ന് പറയുന്ന ആദിത്യൻ, അതുകൊണ്ടാണ് ഭഗവാനെ ആദിത്യ എന്ന് വിളിക്കുന്നത്. ആദിത്യ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന 12 ആദിത്യന്മാരിൽ വിഷ്ണു എന്ന് പറയുന്ന ആ ആദിത്യൻ അതിഥിയുടെ ഭൂമിയുടെ ഭർത്താവാണ്. അതുകൊണ്ടാണ് ഭഗവാനെ സ്വയംഭുവായിരിക്കുന്ന തന്നെത്താൻ വന്നിരിക്കുന്നതാണ് ഭഗവാൻ. ഭഗവാന്റെ സ്റ്റാർട്ടിങ് നമുക്ക് ആർക്കും അറിയില്ല അല്ലെ? സ്വയംഭൂ തന്നെത്താൻ ഉണ്ടായിരിക്കുന്ന. ശംഭു എന്ന് പറഞ്ഞാൽ ഭഗവാന് ഭക്തന്മാർക്ക് സുഖം നൽകുന്ന, എല്ലാവർക്കും സുഖം നൽകുന്ന, ആദിത്യ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന 12 ആദിത്യന്മാരിൽ വിഷ്ണു എന്ന ആദിത്യനായിരിക്കുന്ന ഭൂമി ദേവിയുടെ ഭർത്താവായിരിക്കുന്ന, അതാണ് സ്വയംഭൂ ശംഭുരാദിത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുഷ്കരാക്ഷ, പുഷ്കരാക്ഷ എന്ന് പറഞ്ഞാൽ താമരയോട് ആ സാദൃശ്യമുള്ള അക്ഷിയുള്ളവൻ. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്. ഭഗവാന്റെ കണ്ണ് താമര ഇതള് പോലെയാണ്. ശംഭുരാദിത്യ എന്നാണ് എൻ്റെ പുസ്തകത്തിൽ. സ്വയംഭൂ ശംഭുരാദിത്യ. കുറച്ചൊക്കെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, സാരമില്ല. അപ്പോ ആദിത്യ കഴിഞ്ഞു. ഇനി പുഷ്കരാക്ഷ എന്ന് വെച്ചാൽ താമരയോട് സാദൃശ്യമുള്ള അക്ഷികളുള്ളവൻ. താമര ഇതൾ പോലെയാണ് ഭഗവാന്റെ മിഴികൾ. അതുകൊണ്ടാണ് പുഷ്കരാക്ഷ എന്ന് പറയുന്നത്. മഹാസ്വന, മഹാസ്വന എന്ന് പറഞ്ഞാൽ മംഗളസ്വനത്തോടു കൂടിയവൻ. വേദരൂപമായിരിക്കുന്ന, വേദങ്ങൾ എപ്പോഴും മംഗളകരമാണ്. ആ മംഗളരൂപത്തോടു കൂടിയിരിക്കുന്ന അനാദിനിധന. അനാദിനിധന എന്ന് പറഞ്ഞാൽ ജന്മവും ഇല്ല നാശവും ഇല്ല, തുടക്കവും ഇല്ല ഒടുക്കവും ഇല്ലാത്ത ആ ഭഗവാൻ. ദാധ, ദാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിശ്വത്തെ ധരിക്കുന്നവൻ. ഈ ലോകത്തെ തന്നെ ഭഗവാൻ ഉൾക്കൊണ്ടിരിക്കുകയാണ്, ഭഗവാന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. സംഘർഷണമൂർത്തിയുടെ രൂപത്തിൽ. അത് പിന്നീട് ഞാൻ ഭാഗവതം എടുക്കുമ്പോൾ പഠിപ്പിച്ചിരാം. അപ്പോൾ ഈ ലോകത്തെ ഉൾക്കൊള്ളുന്ന, ഈ വിശ്വത്തെ ധരിക്കുന്ന വിധാത. വിധാത എന്നാല് കർമ്മങ്ങളുടെയും കർമ്മഫലങ്ങളുടെയും സൃഷ്ടികർത്താവ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും സൃഷ്ടിക്കുന്നത് ഭഗവാൻ തന്നെ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ. കർമ്മവും കർമ്മഫലവും ഭഗവാനാണ്. ആ കർമ്മവും കർമ്മഫലത്തെയും സൃഷ്ടിക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. ധാതുരത്തമ എന്ന് വെച്ചാൽ വിശേഷ രൂപത്തിൽ എല്ലാം ധരിക്കുന്നവൻ. വിശേഷമായിരിക്കുന്ന രൂപത്തിൽ എല്ലാം ധരിക്കുന്ന, എല്ലാ കാര്യങ്ങളിലും വെച്ച് ഉത്തമമായിരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. എല്ലാത്തിലും വെച്ചിട്ട് ഉത്തമമായിരിക്കുന്ന ആ ഭഗവാൻ, കാര്യകാരണ രൂപമായിരിക്കുന്ന സകല ലോകങ്ങളെയും ധരിക്കുന്ന, ഉത്കൃഷ്ട പദാർത്ഥങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായിരിക്കുന്ന ഉത്തമൻ. എല്ലാത്തിലും വെച്ചിട്ട്
ശ്രേഷ്ഠമായിരിക്കുന്ന ആ ഉത്തമൻ എന്ന് പറഞ്ഞാൽ ആരാ? ഭഗവാനാണ്. മനസ്സിലായില്ലേ? അപ്പോ സ്വയംഭുവായിരിക്കുന്ന, തനിയെ ജന്മം എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ തന്നെത്താൻ ഉണ്ടായിരിക്കുന്ന ശംഭു, ഭക്തന്മാർക്ക് സുഖം നൽകുന്ന, ആദിത്യ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് 12 ആദിത്യന്മാരിൽ വിഷ്ണു എന്ന ആദിത്യനായിരുന്നു കൊണ്ട് അതിഥിയെ, അതായത് ഈ ഭൂമിയുടെ ഭർത്താവായിരിക്കുന്ന പുഷ്കരാക്ഷ, താമര ഇതളിനെ പോലെ മിഴികളുള്ള, കണ്ണുകളുള്ള, മഹാസ്വന, മംഗളരൂപത്തോടു കൂടിയിരിക്കുന്ന, അനാദിനിധന എന്ന് വെച്ചാൽ ജന്മോ ഇല്ല, മരണോ ഇല്ലാത്ത, ദാധ ഈ ലോകത്തെ ധരിക്കുന്നവനായിരിക്കുന്ന, വിധാധ കർമ്മങ്ങളുടെയും കർമ്മഫലങ്ങളുടെയും സൃഷ്ടികർത്താവായിരിക്കുന്ന, ധാതുരുത്തമ എല്ലാത്തിലും വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്ന ആ ഉത്തമനായിരിക്കുന്ന ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. ക്ലിയർ? സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വനഃ അനാദിനിധനോധാത വിധാധാതുരുത്തമ. ഓക്കെ, മനസ്സിലായോ? അപ്പോ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് വരെ ഒന്ന് വായിച്ചു പോവാം. കൂടെ വായിക്കുക, സ്ലോ ആയിട്ട് വായിച്ചു പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വിശ്വം വിഷ്ണുർവഷ്ടകാരോ ഭൂത ഭവ്യ ഭവത് പ്രഭുഃ ഭൂതകൃത് ഭൂതഭൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന പൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയാ പുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച യോഗോ യോഗവിധാം നേതാ പ്രധാനപുരുഷേശ്വര നാരസിംഹവഭൂ ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവാ ശർവാ ശിവസ്ഥാണൂർ ഭൂതാദിർ നിധിരവ്യയ ഭൂതാദിർ നിധിരവ്യയ ഭൂതാദിർ നിധിരവ്യയ. കിട്ടിയോ? സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭൂരീശ്വര സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ അനാദിനിധനോ ദാധാ വിധാധാ ധാതുരുത്തമ അനാദിനിധനോ ദാധാ വിധാധാ ധാതുരുത്തമ ഉത്തമ. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് നാളെ അടുത്ത ക്ലാസ്. എളുപ്പല്ലേ വായിക്കാൻ? വിഷ്ണു സഹസ്രനാമം ഭയങ്കര ഈസി അല്ലേ? ആലോചിക്കേ, ആരൊക്കെയൊക്കെ ഇപ്പൊ എളുപ്പമായിട്ട് തോന്നുന്നു വിഷ്ണു സഹസ്രനാമം? വിഷ്ണു സഹസ്രനാമം എളുപ്പമായി തോന്നുന്നത് ആരൊക്കെ? കിട്ടി മാതാജി, ആ കണ്ണന് കിട്ടി. ആർക്കൊക്കെയാണ് ഇപ്പം വിഷ്ണു സഹസ്രനാമം എളുപ്പമായി തോന്നുന്നത്? മംഗളസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ കാരുണ്യത്താൽ, ഭഗവതിയുടെ കാരുണ്യത്താൽ, ശ്രീമാൻ ശ്രീ ഭഗവതിയുടെ വാസസ്ഥാനം, ആ ഭഗവാന്റെ കാരുണ്യത്താൽ ആർക്കൊക്കെ വിഷ്ണു സഹസ്രനാമം എളുപ്പം പഠിക്കാൻ പറ്റുന്നു? കമന്റ് ഇട്ടേ. ഇട്ട് വെച്ചാൽ മതി, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഞാൻ വായിച്ചോളാം. ഓക്കെ, എല്ലാവരുടെ കമന്റ്സിന് മറുപടി തരാൻ പറ്റുന്നില്ല, എന്നാലും കുഴപ്പമില്ല, എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ആർക്കാ? പ്രീത നെൽസൺ മാതാജി, സരസ്വതി അമ്മ,
സരസ്വതി പി എ ആണോ സരസ്വതി പി എ എന്നാണോ അറിയില്ല. എന്തായാലും അമ്മയ്ക്ക് എളുപ്പമായി തോന്നുന്നുണ്ട്. ഇനി ഈസി അല്ലേ വിഷ്ണു സഹസ്രനാമം? ഇതുപോലെ എല്ലാ സഹസ്രനാമങ്ങളും പഠിപ്പിച്ചു തരും, എല്ലാം. ഇനി ഇത് കഴിയുമ്പോൾ നാരായണീയം ക്ലാസ് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ലാന്നോ അബിത മാതാജി? ദീപ മാതാജി പറഞ്ഞ എളുപ്പമാണ്, അംബിക മാതാജിക്ക് എളുപ്പമാണ്, ബിന്ദു മാതാജിക്ക് മനസ്സിലായി, മാതാജി വിജയലത മാതാജിക്ക് യെസ്. സെൽവൻ പ്രഭു പറയുന്നു നന്നായി മനസ്സിലാവുന്നു മോളെ, നന്നായി പറഞ്ഞു തരുന്നു അമ്മ, ഹരേ കൃഷ്ണ. രാജലക്ഷ്മി മാതാജിക്ക് എളുപ്പമായി വരുന്നു. ലൈഫിൽ ഒരിക്കലും എടുത്താൽ പൊങ്ങില്ല എന്ന് തോന്നുന്ന വിഷ്ണു സഹസ്രനാമത്തെ നമ്മൾ വളരെ നിസാരമായിട്ട് ഭഗവാന്റെ കാരുണ്യത്താൽ പഠിച്ചു പോകുന്നുണ്ട് അല്ലേ? ഇങ്ങനെ ഓരോരോ ലൈൻസും പഠിച്ച് ഇനി നിങ്ങൾ സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് വിഷ്ണു സഹസ്രനാമം പഠിക്കും, എന്നിട്ട് ഡെയിലി ഭഗവാനെ ചൊല്ലിക്കൊടുക്കും. ഓക്കെ, എളുപ്പമാണ്. മോട്ടി വിജയേട്ടൻ, കവിതാ മാതാജി, ഒരുപാട് സന്തോഷം, വളരെയധികം സന്തോഷം. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഭഗവാന്റെ തൃപാദങ്ങളിൽ നമസ്കരിച്ച് ഭഗവാന്റെ തൃപാദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ, എല്ലാവർക്കും എളുപ്പം കാര്യങ്ങൾ മനസ്സിലാവാൻ സാധിക്കട്ടെ. ഭഗവാന്റെ കാരുണ്യം, ആ ഭഗവതിയുടെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാവട്ടെ. നമുക്ക് ഒരുമിച്ച് ഗുരുവായൂർ മഞ്ജരീസിന്റെ ക്ലാസ്സിലൂടെ വിഷ്ണു സഹസ്രനാമം പഠിച്ച് മുന്നേറാം. ഭഗവാന്റെ തൃപാദങ്ങളിൽ എന്നും നമസ്കരിച്ചുകൊണ്ട് ആ ഭഗവാനെ വേണ്ടിയിട്ട് മാത്രം മുന്നോട്ട് പോകാം. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്.